Meet the editors. ഊബർ ഡ്രൈവർമാരോട് അനീതിയോ എന്നതാണ് ചോദ്യം. ജിമ്മി ജെയിംസ്, നമ്മൾ രാവിലെ മുതൽ കാണുന്നതാണ് രണ്ട് വിഭാഗം തൊഴിലാളികൾ തമ്മിൽ സംഘർഷം, അല്ലെങ്കിൽ ഊബർ ഡ്രൈവർമാരെ തടഞ്ഞുകൊണ്ട് ടാക്സി ഡ്രൈവർമാർ ബഹളം ഉണ്ടാക്കുന്നു. പല ജില്ലകളിൽ നിന്നായി നമ്മൾ കണ്ടു. അപ്പോൾ മന്ത്രിയുടെ പ്രതികരണമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകുന്നത്. അവരോട് അനീതിയാണോ കാണിക്കുന്നത്? അനീതി ഒരുപാട് പേരോട് കാണിക്കുന്നുണ്ട് ഈ കാര്യത്തിൽ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇത് ആദ്യമായിട്ടല്ല കേരളത്തിൽ ഊബർ ഡ്രൈവർമാരും അതുപോലെയുള്ള ഊബർ അല്ലാതെയുള്ള ഓഫ്ലൈൻ ഡ്രൈവർമാരും തമ്മിലുള്ള തർക്കം കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വലിയ തർക്കങ്ങളിലേക്കും അടികളിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ പല സ്ഥലങ്ങളിലും നമുക്ക് കാണാം, ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ നോ ഓല ഊബർ ടാക്സീസ് അലൗഡ് എന്ന് പറഞ്ഞിട്ട് ബോർഡുകൾ വെച്ച് തുടങ്ങിയിരിക്കുന്നു മറ്റ് ഡ്രൈവർമാർ. അത്രയും സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ ഒരൊറ്റ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതിയല്ലോ, ഇവർക്ക് വണ്ടി ഓടിക്കാൻ അനുവാദമുണ്ടോ ഇല്ലയോ? മന്ത്രി പറയുന്നു അനുവാദമില്ല. അവർ ഉയർത്തിക്കാണുന്നത് 2019 കോടതി ഉത്തരവാണ്, ഇവർക്ക് സംരക്ഷണം കൊടുക്കണം. ഇതെല്ലാം സത്യത്തിൻ്റെ പല ഭാഗങ്ങളാണ് എന്നുള്ളതാണ് സത്യം. മന്ത്രി പറഞ്ഞതും ശരിയാണ്, കോടതി പറഞ്ഞതിനകത്തും ശരിയുണ്ട്. അപ്പോൾ പിന്നെ ഓടിക്കാമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ അത് ഒരല്പം നീണ്ട കഥയാണ്, അത്ര ലളിതമായി പറയാൻ പറ്റില്ല. ഈ 2018-19 കാലത്ത് ഡൽഹിയിൽ ഊബർ ഡ്രൈവറുടെ പീഡനം കൊണ്ടൊരു സ്ത്രീ മരിക്കുക, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പല സ്ഥലങ്ങളിൽ ഉണ്ടായതിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ ഒരു പോളിസി കൊണ്ടിരുന്നു. 2019-20 ഈ പോളിസി അനുസരിച്ച് ഓൺലൈനായി ടാക്സികളെ അഗ്രിഗേറ്റ് ചെയ്യുന്ന കമ്പനികളെ, ഊബർ, ഓല, അതുപോലെയുള്ള റാപ്പിഡോ, അതിലുള്ള ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട്, അവരെല്ലാം ഒന്ന് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി അഗ്രിഗേറ്റർ എന്ന ഒരു വാക്ക് കോയിൻ ചെയ്യുന്നു. അത് വെച്ചിട്ട് പുതിയ ഗൈഡ് ലൈനുകൾ ഇറക്കുകയാണ്. ആ ഗൈഡ് ലൈൻ കേന്ദ്ര സർക്കാർ 2020 ഇറക്കുന്നു. എല്ലാ സംസ്ഥാനങ്ങളും ഇതനുസരിച്ച് പുതിയ പോളിസി ഉണ്ടാക്കാനും പറയുന്നു. അങ്ങനെ ഒരു പോളിസി കേരളവും ഉണ്ടാക്കി 2024. മന്ത്രി KB ഗണേഷ് കുമാർ ഇന്ന് പറഞ്ഞത് സത്യമാണ്. അന്ന് പറഞ്ഞത് എന്താണ്? ഞങ്ങളൊരു പുതിയ സംവിധാനത്തിലേക്ക് ഇതെല്ലാവരും കൊണ്ടുവരികയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അഗ്രിഗേറ്റേഴ്സ്, ടൂർ അഗ്രിഗേറ്റേഴ്സ് ഈ സംവിധാനത്തിൻ്റെ കീഴിൽ വന്ന് രജിസ്റ്റർ ചെയ്യണം എന്ന് നിയമമുണ്ട്. ആ നിയമം വെബ്സൈറ്റുകളിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതിനകത്ത് രജിസ്റ്റർ ചെയ്യണമെന്ന് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു കാരണവശാലും നിങ്ങൾ നിരക്കുകൾ പല സമയത്ത് കൂട്ടുമല്ലോ, അത് സാധാരണ നിരക്കിൽ നിന്ന് 50% മുകളിലേക്ക് കൂട്ടാനാവില്ല. ഇനി നിരക്ക് സംസ്ഥാന സർക്കാർ തീരുമാനിക്കും അതാത് കാലത്ത്, അതനുസരിച്ച് വേണം നിരക്കോടാൻ. ലൈസൻസ് 5 വർഷത്തേക്കാണ്. അത് വലിയ തുകയൊന്നുമില്ല, 5 ലക്ഷം രൂപയുള്ളൂ. ഊബറിനും ഓല പോലൊരു സംവിധാനത്തിന് 5 ലക്ഷം രൂപ വലിയ പ്രശ്നമൊന്നുമല്ല. പക്ഷേ പറഞ്ഞു പോകുമ്പോൾ ഇതിനകത്തൊരു മർമ്മം കിടക്കുന്നത്, എങ്ങനെയാണ് ഈ തുക ഓരോ ടാക്സി ഫെയർ പോകുമ്പോഴും എങ്ങനെയാണ് തുക ഷെയർ ചെയ്യുന്നുള്ളതാണ് ചോദ്യം. 80% ഡ്രൈവർക്കും 20% കമ്പനിക്കും എന്നുള്ളതാണ് കേരള സർക്കാർ പുറത്തിറക്കിയിരിക്കുന്ന ഈ ഗൈഡ് ലൈനിൽ പറയുന്നത്. അതനുസരിച്ചാണെങ്കിൽ ഇപ്പോഴത്തെ ഊബർ ഓല രീതി എന്താണെന്ന് വെച്ചാൽ 16% ഡ്രൈവർക്ക് കിട്ടൂ, 84% കമ്പനിക്കാണ്. തിരിച്ചാണ്, 16% ഊബറിന് കിട്ടുക, 84% ഇവർക്ക് കിട്ടുകയുള്ളൂ. ഇതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഒരു വ്യത്യാസം. ഇത് കൂടാതെ സംസ്ഥാന സർക്കാർ 2% സംസ്ഥാന സർക്കാരും എടുക്കും, 100-ന് മുകളിൽ ഒരു 2% കൂടെ എടുക്കും. അപ്പോൾ സ്വാഭാവികമായും ഊബർ ഓല കമ്പനികൾക്ക് ഇത് യോജിക്കാനാവില്ല. ഒന്ന്, നിരക്കാർ തീരുമാനിക്കും, നിരക്ക് സർക്കാർ തീരുമാനിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വലിയ തിരക്കുള്ളപ്പോഴോ മഴയുള്ളപ്പോഴോ നിങ്ങൾക്ക് റേറ്റ് കൂട്ടുന്നത്, ആ റേറ്റ് കൂട്ടുമ്പോൾ അത് 50%-ന് മുകളിലാകാൻ പാടില്ല. ഒപ്പം ഡ്രൈവർമാർക്ക് 20%, ഫെയറിൻ്റെ 20% ഡ്രൈവർമാർക്ക് കൊടുക്കണം. ഇപ്പോൾ നിങ്ങൾ കൊടുക്കുന്നത് 16%. സ്വാഭാവികമായും പ്രശ്നം ഉണ്ടാകുമല്ലോ. അപ്പോൾ ഇവർ രജിസ്റ്റർ ചെയ്തില്ല. പക്ഷേ കേന്ദ്ര സർക്കാർ വിട്ടിട്ടില്ല. 2024 കേരളം ഇങ്ങനെ ഒരു ഗൈഡ് ലൈൻസ് ഇറക്കിയതിന് ശേഷം, 2020 പോളിസി ഇറക്കിയതിന് ശേഷം 2025 കേന്ദ്ര സർക്കാർ വീണ്ടും ഈ 2020 ഇറക്കിയ പൊതു ഗൈഡ് ലൈൻ പോളിസി പുതുക്കി. അതനുസരിച്ച് പുതിയതിറക്കി. അതപ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല. ലൈസൻസ് 5 ലക്ഷം തന്നെയാണ്. റിന്യൂ ചെയ്യുന്നതിന് 2500 എന്നുള്ളത് 25,000 ഉയർത്തി. പിന്നെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഉണ്ട്, അത് കുറച്ച് കൂടുതലാണ്. 1000 വാഹനങ്ങൾ വരെയുള്ള കമ്പനികൾക്കാണെങ്കിൽ 10 ലക്ഷം എന്നുള്ളത് 1 കോടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ പല രീതിയിലേക്ക് 5 കോടി വരെയുള്ള സെക്യൂരിറ്റി ഡെപ്പോസിറ്റും ഉണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ഊബർ, ഓല മുതലായ കമ്പനികൾ രജിസ്റ്റർ ചെയ്യാത്തത്? നാട്ടിലെ നിയമമാണല്ലോ, ആ നിയമം അവർ അനുസരിക്കണ്ടേ? ആ നിയമം അനുസരിക്കാതെ ഒളിച്ച് കളിച്ച് ഇങ്ങനെ എത്ര കാലം ഇവർക്ക് മുന്നോട്ട് പോകാനാകും? നിങ്ങൾക്ക് ഈ ചോദ്യത്തിന് ഉത്തരം എവിടുന്നെങ്കിലും കിട്ടുമോ? ഈ ഊബർ ഓല കക്ഷികൾ എവിടെയായിരിക്കുന്നത്? ബാംഗ്ലൂരാണ്, അതുപോലെ തന്നെ ഡൽഹിയിലാണ്. നിങ്ങൾ കുറച്ച് ചോദിച്ചാൽ പറയും ഞങ്ങളുടെ ഹെഡ് ഓഫീസ് ന്യൂയോർക്കിലാണ്. നമുക്ക് ഒരിക്കലും എത്തിപ്പെടാൻ പറ്റാത്ത ആളുകൾ എവിടെയൊക്കെ ഇരിക്കുകയാണ് സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം.
അപ്പോൾ 2020 കേന്ദ്രമേ നിയമം കൊണ്ടുവന്നതിന് ശേഷം 2024 കേരളം അതിന് വ്യക്തമായ ചട്ടം ഉണ്ടാക്കിയതിന് ശേഷം ആ വഴിക്ക് തിരിഞ്ഞു നോക്കാതെ നാട്ടിലെ നിയമങ്ങളോട് യാതൊരു രീതിയിലുള്ള മര്യാദയും കാണിക്കാതെയാണ് ഊബർ, ഓല അതുപോലെയുള്ള ടൂർ അഗ്രിഗേറ്റേഴ്സ് ഇതുവരെ കാര്യങ്ങൾ നീക്കിയിരുന്നത്. ഇതിനകത്ത് യാതൊരു തർക്കവുമില്ല. മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത് അവിടം വരെ ശരിയാണ്, അവിടം വരെ മാത്രം ശരി. 2024 ഇങ്ങനൊരു നിയമം കേരളം ഉണ്ടാക്കിയല്ലോ, അതിനുശേഷം കേരളം എന്ത് ചെയ്തു? മന്ത്രി കെ ബി ഗണേഷ് കുമാർ അതിനുശേഷമാണല്ലോ മന്ത്രിയായിട്ടിരിക്കുന്ന കാലമാണല്ലോ അന്ന് അദ്ദേഹം പറഞ്ഞത് ഊബർ, ഓല ഡ്രൈവർമാർക്ക് ഓടാം എന്നാണ്. ഏതാ 2024 കേരളം ചട്ടം ഉണ്ടാക്കിയതിന് ശേഷം അന്നെന്താ ഈ വാദം ഉണ്ടായിരുന്നില്ലേ? ഇപ്പോൾ മന്ത്രി പറയുന്നു അങ്ങനല്ല, ഓടാൻ പറ്റില്ല എന്ന് പറയുന്നു. സംസ്ഥാന സർക്കാർ ഒരു ചട്ടം ഉണ്ടാക്കിയാൽ ആ ചട്ടം നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനുണ്ട്. അത് ചെയ്യാതെ കേന്ദ്രം പറഞ്ഞുകൊണ്ടൊരു നിയമം ഉണ്ടാക്കി അതിനുശേഷം അവിടെ നിന്ന് മുങ്ങി നടന്നിട്ട് ഇപ്പോൾ ഇത് വലിയ പ്രശ്നമാകുമ്പോൾ എന്തെങ്കിലും പറഞ്ഞല്ലേ പറ്റൂ. മന്ത്രിക്ക് പറയാൻ പറ്റില്ല ഊബർ, ഓല കമ്പനികൾക്ക് ഒരു പ്രശ്നവുമില്ല, അവരെ തടയാനാവില്ല എന്ന് പറയാൻ പറ്റില്ല. മന്ത്രിക്കത് പറഞ്ഞേ പറ്റൂ, കാരണം മന്ത്രി അടക്കം ഇരുന്ന് പാസ്സാക്കിയ നിയമമാണ്. പക്ഷേ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ഒരു വർഷം 2024 ഈ നിയമം കൊണ്ടുവന്നതിന് ശേഷം നാളിതുവരെ ഒരക്ഷരം സംസാരിച്ചിട്ടില്ല ഇതിനെക്കുറിച്ച്, ഇതിൻ്റെ ആവശ്യത്തെക്കുറിച്ച്. ഊബർ, ഇപ്പം നമുക്കാണല്ലോ ഊബർ, ഓല കമ്പനികളെയൊക്കെ ബന്ധപ്പെടാൻ ബുദ്ധിമുട്ട്. ഇവരോട് സംസാരിക്കണ്ടേ, അവരെ കംപ്ലൈൻറ്റ് ചെയ്യിക്കാൻ നിർബന്ധിക്കണ്ടേ? അതൊന്നും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അവിടെയാണ് ഈ കാര്യത്തിൽ കൈ നിലയാതെ മീൻ പിടിക്കാനുള്ള ഒരു തന്ത്രം സംസ്ഥാന സർക്കാർ നടപ്പാക്കിയത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ഇങ്ങനെ തന്നെയാണ്. കേന്ദ്രം ഒരു നിയമം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങളതനുസരിച്ച് ചട്ടങ്ങൾ ഭേദഗതി ചെയ്തു, എന്നിട്ട് മിണ്ടിയില്ല. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ നാട്ടിൽ പല രീതിയിൽ ഇതിനോടുള്ള റെസിസ്റ്റൻസ് നേരത്തെ മുതലേ ഉണ്ട്. 2024 ചട്ടവും ഉണ്ടായി കഴിഞ്ഞു. അതറിയാത്തവരല്ല ബാക്കിയുള്ള ആളുകളും അതുപോലെ തന്നെ ഓഫ്ലൈൻ ഡ്രൈവർമാരുടെ സംഘടനകളൊക്കെ. അവർ സ്വാഭാവികമായും പ്രശ്നം ഉണ്ടാക്കും. ഈ പ്രശ്നം ഇപ്പോൾ മൂന്നാർ, നമ്മളാണ് റിപ്പോർട്ട് ചെയ്തത്, മൂന്നാറിൽ ഈ പ്രശ്നം 2-3 ദിവസം മുമ്പ് ഉണ്ടാകുമ്പോഴാണ് ഇത് തുടങ്ങുന്നത്. അത് എത്രയോ നാളായി ചെറിയ രീതിയിൽ പല സ്ഥലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്നെല്ലാം ഈ കേസ് വരുമ്പോൾ എങ്ങനെങ്കിലും ഇതൊന്ന് പറഞ്ഞു തീർക്കുക അല്ലാതെ ഇതിനെക്കുറിച്ച് ഗൗരവത്തോടെ അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. സംസ്ഥാന സർക്കാരാണ്, ടൂറിസം ട്രാൻസ്പോർട്ട് വകുപ്പാണ് ഈ കാര്യത്തിൽ പൂർണ്ണമായും ഉത്തരവാദി. നിങ്ങൾ ചെയ്യേണ്ട പണി ചെയ്യേണ്ട സമയത്ത് ചെയ്താൽ ഈ പ്രശ്നം ഉണ്ടാവില്ല, അന്ന് തീർക്കാവുന്ന കാര്യമാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഒരു കാരണവശാലും നടക്കാൻ പറ്റില്ലെന്ന് മന്ത്രി പറഞ്ഞ സ്ഥിതിക്ക് നാട്ടിൽ കലാപമാണ് ഉണ്ടാകാൻ പോകുന്നത്. ഒരു വണ്ടിയും ഇനി ഓടില്ല, ഊബർ, ഓല വണ്ടി കേരളത്തിൽ ഓടില്ല. അവിടെ വരെ എത്തിച്ചപ്പോൾ സമാധാനമായോ? ഇത് ഒരു ചട്ടമുണ്ടാക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് പോകണമായിരുന്നു, അത് പോയില്ല. എന്ന് മാത്രമല്ല, ഈ സമയത്ത് കേരള സർക്കാരിൻ്റെ വക തൊഴിൽ വകുപ്പിൻ്റെ ഒരു ആപ്പ് ഉണ്ടായിരുന്നു, സവാരി. ഇപ്പോൾ കാണാനില്ലെന്ന് തോന്നുന്നു. ആ ആപ്പും രജിസ്റ്റർ ചെയ്തിട്ടില്ല ഈ ചട്ടത്തിൻ്റെ കീഴിൽ. ചുരുക്കി പറഞ്ഞാൽ തട്ടിക്കൂട്ടി ഒരു ചട്ടം ഉണ്ടാക്കി വെച്ചിട്ട് ആ വഴിക്ക് തിരിഞ്ഞു നോക്കാത്ത സംസ്ഥാന സർക്കാരാണ് ഇവിടെ ഇപ്പോൾ 2 വിഭാഗം തൊഴിലാളികളെ, ഒരേ തൊഴിലെടുക്കുന്നവർ, ഒരേ വീടുകളിലേക്ക് ഒരുപോലെ തന്നെ അരിയും പലവ്യഞ്ജനമൊക്കെ വാങ്ങിക്കാൻ വേണ്ടി മാത്രം ഈ പണിയെടുക്കുന്നവരെ തെരുവിൽ തല്ലിച്ചിരിക്കുന്നത്. ഇങ്ങനെയല്ല ഒരു ഇടതുമുന്നണി സർക്കാർ പണിയെടുക്കേണ്ടത്. ഇങ്ങനെയല്ല ഒരു ഇടതുമുന്നണി സർക്കാർ തൊഴിലാളികളുടെ കാര്യത്തിൽ നിയമം നടപ്പിലാക്കേണ്ടത്. ഇങ്ങനെയല്ല ഈ കാര്യത്തിൽ ഏറ്റവും അവസാനം കൈയൊഴിഞ്ഞ് വെറുതെ ഇരിക്കേണ്ടത്. അടിയന്തരമായി ഈ കാര്യത്തിൽ ഇതുവരെ ഉപേക്ഷ വിചാരിച്ചല്ലോ, ഊബർ, ഓല ഡ്രൈവർമാരെ തൊടരുത് എന്നുള്ള ഒരു നിർദ്ദേശം കൃത്യമായി പോകേണ്ടതുണ്ട്. അങ്ങനെ അടി വാങ്ങിക്കേണ്ടവരല്ല. അവരെന്താ ചെയ്തത്? ഊബർ, ഓല കമ്പനികൾ ഇവിടെ വരുന്നു, അവർ ആപ്പ് ലോഞ്ച് ചെയ്യുന്നു, ആളുകളത് രജിസ്റ്റർ ചെയ്യുന്നു, സുഗമമായി അവരെല്ലാം ഓടുന്നു. അപ്പോഴൊന്നും സർക്കാർ മിണ്ടുന്നില്ല. മറ്റു തൊഴിലാളികൾ ഇവരുമായി പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അത് ലോക്കൽ ലെവൽ പറഞ്ഞു തീർക്കുകയോ അടി വാങ്ങിച്ചാൽ മിണ്ടാതെ പോവുകയോ ചെയ്യുന്നു. അവസാനം അതുവരെ ഒരു തരത്തിലും അനങ്ങാതിരിക്കുകയാണ് സർക്കാർ. ഇപ്പോൾ ഇതൊരു വലിയ പ്രശ്നമായി മാറി. നമ്മുടെ നാട്ടിൽ തൊഴിലില്ലായ്മ അതിഭീകരമാണ്, ഒരുപാട് പ്രതിസന്ധികളുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ചെറുപ്പക്കാർ ഈ തൊഴിലിടത്തിലേക്ക് വരുമ്പോഴാണ് പ്രശ്നം. നമ്മൾ ഊബർ, ഓല ഡ്രൈവർമാരൊക്കെ അവരോട് അനീതിയാണെന്നാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ തിരിച്ച് സാധാരണ റെയിൽവേ സ്റ്റേഷനിലും നാട്ടുമ്പുറത്തും നഗരങ്ങളിലൊക്കെ ഓടുന്ന സാധാരണ ടാക്സി ഡ്രൈവർമാരും ഓട്ടോക്കാരും ചോദിക്കില്ല, അപ്പോൾ ഞങ്ങളോട് നിങ്ങൾക്ക് നീതി വേണ്ടേ? ഞങ്ങളിവിടെ ഓട്ടം കാത്തു കിടക്കുമ്പോൾ വേറെ ആളുകൾ വന്ന് ഞങ്ങളെക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ആളുകളെ കൊണ്ടുപോവുകയാണ്. അപ്പം ഞങ്ങൾക്ക് നീതി വേണ്ടേ? നീതി വേണം. ഇതിനകത്ത് ഈ സിസ്റ്റത്തിനകത്തേക്ക് ഇരു കൂട്ടരെയും കംപ്ലൈൻറ്റ് ചെയ്ത് കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനായിരുന്നു. സംസ്ഥാന സർക്കാർ അത് ചെയ്തില്ല. അടിയന്തരമായി തൊഴിലാളികളെ കൈവയ്ക്കുന്ന പരിപാടി, 2 വിഭാഗം തൊഴിലാളികളും തമ്മിൽ തല്ലുന്ന പരിപാടി അടിയന്തരമായി നിർത്താൻ സംസ്ഥാന സർക്കാർ ഇടപെടണം. 3 ദിവസം കഴിഞ്ഞു. ഇന്ന് മന്ത്രി പറഞ്ഞത് അതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. ഏതെങ്കിലും ആപ്പ് കൊണ്ടുവന്നിട്ട് ആരെങ്കിലും അത് ഡൗൺലോഡ് ചെയ്ത് അതിൽ കയറി വണ്ടി ഓടുന്നൊന്നും നടക്കില്ല എന്നാണ് പറയുന്നത്. അങ്ങനല്ല സാർ,
നിങ്ങളുണ്ടാക്കിയ നിയമം 2024 മുതലുണ്ട്. അത് കംപ്ലൈ ചെയ്യിക്കാനുള്ള നടപടി എടുത്തില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോയത്. ഇനി അടിയന്തരമായി ചെയ്യേണ്ടത് ഈ വലിയ കമ്പനികളെ കംപ്ലൈ ചെയ്യിക്കാനുള്ള ഒരു നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം. അത് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കണം, സമയബന്ധിച്ച് നടപ്പിലാക്കണം. അതുവരെ ഈ പറയുന്ന ഓൺലൈൻ തൊഴിലാളികളുടെ ജീവനും സ്വത്തിനും സംരക്ഷണവും കൊടുക്കണം. അത് അധികം താമസിക്കരുത്. കാരണം ഇതിനകത്തുള്ളൊരു ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, നമ്മുടെ നാട്ടിലെ ഇത്തരം ടാക്സി സർവീസുകൾ മുഴുവൻ ഓൺലൈൻ കമ്പനികൾ കൈയടക്കി കഴിഞ്ഞു. നമ്മളടക്കം എത്രയോ കാലമായി രാത്രിയായാലും പകലായാലും എല്ലാവർക്കും ഊബർ ആപ്പ് ഉള്ളവരാണ്, അല്ലെങ്കിൽ ഓല ആപ്പ് ഉള്ളവരാണ്. നമ്മളെല്ലാവരും അതിലേക്കാണ് പോകുന്നത്. അപ്പോൾ കുറച്ച് തൊഴിലാളികൾ ഈ ഊബറിലും ഓലയിലും പെടാത്ത ആളുകൾ വഴിയാധാരമായി പോകട്ടെ എന്ന് വിചാരിക്കാനാകുമോ? സാധാരണ മനുഷ്യർ ചിലപ്പോൾ ആലോചിച്ചെന്ന് വരില്ല. നമ്മൾ ഊബർ എടുക്കുമ്പോൾ നമുക്കങ്ങനെ വലിയ മനസാക്ഷി കുത്തൊന്നും തോന്നണമെന്നില്ല. പക്ഷേ സംസ്ഥാന സർക്കാരിന് അത് തോന്നണം. ആ തോന്നലിലേക്ക് ഉടൻ തന്നെ സംസ്ഥാന സർക്കാർ പോയില്ലെങ്കിൽ ഉത്തരവാദിത്തം മുഴുവൻ നിങ്ങളുടെയാണ്. നാളെ ഒരിടത്തൊരു വലിയ അടിയുണ്ടായി ഒരാൾ മരിച്ചു പോയാലോ, ഒരു വണ്ടി കത്തിച്ചാലോ, അതടക്കം സംഭവിക്കാൻ പോവുകയാണ്. നാട്ടിൽ പ്രധാനപ്പെട്ട ഒരു ഉപജീവന മാർഗമായ ടാക്സി സർവീസുകൾ ഓൺലൈനിലേക്ക് ഒരു വലിയ ജാതിയായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു നിയമം ഉണ്ടാക്കാൻ ഒരു അവസരം കിട്ടി, നിയമമുണ്ടാക്കി അത് നടപ്പിലാക്കുകയാണ് വേണ്ടത്. ഇത് ഈ കാര്യത്തിൽ മാത്രമല്ല, നിങ്ങൾ സോഷ്യൽ മീഡിയ സ്ഥാപനങ്ങളെ നോക്കൂ. അതിപ്പോൾ ട്വിറ്റർ ആയാലും അതുപോലെ തന്നെ ഫേസ്ബുക്ക് ആയാലും ഒക്കെ ഒരു സമയത്ത് ഇങ്ങനെ തന്നെയായിരുന്നു. ഇന്ത്യ സർക്കാരിന്, കേരള സർക്കാരിന് ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്ക് തൊടാനാവില്ല. ഇപ്പോൾ വരച്ച വരയിൽ വരുന്നുണ്ടല്ലോ, കൃത്യമായി വരുന്നുണ്ടല്ലോ, പിടിക്കാൻ അറിയാമല്ലോ. ഇപ്പോൾ ഇതിനകത്ത് ഒരു ക്ലോസ് കൂടെ ഉണ്ട്, നിങ്ങൾക്ക് ഇന്ത്യയിൽ ഓഫീസ് വേണം. ഈ ഫേസ്ബുക്കിനൊക്കെ പണ്ട് അങ്ങനെ ഒരു പരിപാടി പോലും ഉണ്ടായിരുന്നില്ല. അവസാനം വരട്ടേണ്ട പോലെ വരട്ടിയപ്പോൾ ഓഫീസും ഉണ്ടായി, ഉദ്യോഗസ്ഥനും ഉണ്ടായി, കോടതിയിൽ കേസ് വന്നാൽ വിളിച്ചാൽ കയറി നിൽക്കാൻ ആളുമുണ്ടായി. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്ക് ആവശ്യമുണ്ടായത്. കാരണം അതൊരു പൊളിറ്റിക്കൽ വെപ്പൺ കൂടിയാണ്, കമ്മ്യൂണിക്കേഷനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഇത് പാവം തൊഴിലാളികളുടെ പ്രശ്നമാണല്ലോ. ഈ സാധാരണ തൊഴിലാളികൾ അങ്ങ് ഒടുങ്ങിപ്പോകുന്നെങ്കിൽ, ഓൺലൈൻ ഇല്ലാത്ത തൊഴിലാളികളൊക്കെ അങ്ങ് ഇല്ലാതായി പോകുന്നെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചോ? അതുകൊണ്ടാണല്ലോ ഈ ഉത്തരവാദിത്വം ഇല്ലാത്തത്. അപ്പോൾ ഒന്നാമത്തെ ഉത്തരവാദിത്വം ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യാത്ത ഊബർ, ഓല കമ്പനികൾ തന്നെയാണ്. വൻകിട കുത്തകകളാണ്, അന്തർദേശീയ കുത്തക കമ്പനികളാണ്. അവരെല്ലാ രാജ്യങ്ങളിലും അവസരം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ തന്നെയാണ് ചെയ്യുക. അവരെ പിടിച്ച പിടിയാലെ കൊണ്ടുവന്ന നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്തമുണ്ട്. നിയമമുള്ള സ്ഥിതിക്ക് ഇത് വളരെ എളുപ്പവുമാണ്. ഒന്നാമത്തെ ഉത്തരവാദി ഈ കമ്പനികളാണ്. രണ്ടാമത്തെ ഉത്തരവാദി ഈ 1.5 വർഷമായി ഈ ചട്ടം ഭേദഗതി ചെയ്ത ശേഷവും അതിലൊരു കാര്യവും ചെയ്യാതെ അനങ്ങാതിരുന്ന സംസ്ഥാന സർക്കാരാണ് കേരളത്തിൻ്റെ കാര്യത്തിൽ. മറ്റ് പല സർക്കാരുകളും ഇങ്ങനെ ചെയ്യുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പാവം തൊഴിലാളികൾ തെരുവിൽ കിടന്ന് തല്ലിയല്ല അവരവരുടെ വീട്ടിലേക്ക് കഞ്ഞി വാങ്ങിക്കാനുള്ള ഒരു തൊഴിൽ അവകാശം സംരക്ഷിക്കേണ്ടത്. വളരെ മോശമായ ഒരു കാര്യമാണ്. ആരോടാണ് അവർ സമരം ചെയ്യുന്നത്? അവരെ പോലെ തന്നെയുള്ള ഒരു തൊഴിലാളിയോട്. 2 തൊഴിലാളികൾ തെരുവിൽ കിടന്ന് തല്ലി കീറുകയാണ്. ഒരു കാര്യവുമില്ല. നിങ്ങളുടെ നാട്ടിൽ നിയമമുണ്ട്, ആ നിയമം കംപ്ലൈ ചെയ്യിപ്പിക്കാനുള്ള സംവിധാനമുണ്ട്. അത് സർക്കാർ ചെയ്യാത്തത് കൊണ്ട് 2 കൂട്ടം തൊഴിലാളികളെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലാൻ വിട്ടിരിക്കുന്ന ഒരു ഇടതുപക്ഷ സർക്കാരിന്, ഒരു തൊഴിലാളികളുടെ പേരിൽ അധികാരത്തിൽ സർക്കാരിന് ഒരു തരത്തിലും ഭൂഷണമല്ല. മന്ത്രി ഇന്ന് അങ്ങനെ പറഞ്ഞു പോവുകയല്ല വേണ്ടത്. ഇതിനകത്ത് നടപടികളിലേക്ക് കാര്യങ്ങൾ പോകണം. അതിനോടൊപ്പം അടിയന്തരമായി തൊഴിലാളികളെ കൈവയ്ക്കുന്ന പരിപാടി നിർത്തണം. ശ്രീ ആന്റോ, ഇപ്പോൾ ഊബർ ഡ്രൈവർമാരോട് അനീതിയാണോ നടക്കുന്നത്? ഞാൻ വിചാരിക്കുന്നത് ഡ്രൈവർമാരോട് അനീതി എന്ന് പറയാനായിരിക്കും ശരി എന്നുള്ളതാണ്. യൂബർ ഡ്രൈവർമാരോട് മാത്രം എന്നുള്ളതല്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഓൺലൈൻ ടാക്സി ലോകത്തൊരു പുതിയ ട്രെൻഡായിട്ട് വരികയാണ്. നമ്മൾ അതിനോട് ആഭിമുഖ്യം പ്രാപിക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. നമുക്കിപ്പം യൂബർ ടാക്സികൾ വേണ്ട, അല്ലെങ്കിൽ ഓൺലൈൻ ടാക്സികൾ വേണ്ട എന്നൊരു നിലപാടെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ കൂടുതൽ ടാക്സി ഡ്രൈവർമാരും ഇപ്പോൾ പുതിയ വന്ന ആൾക്കാരാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓൺലൈൻ യൂബർ ടാക്സികളെല്ലാം എടുത്ത് ഇറങ്ങിയിരിക്കുന്നത്. പരമ്പരാഗതമായി ടാക്സികൾ ഓടിച്ചിരിക്കുന്നത് ഈ പറയുന്ന റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, അതുപോലെ എയർപോർട്ടൊക്കെ കേന്ദ്രീകരിച്ച്, അല്ലെങ്കിൽ ടൗൺ സിറ്റി കേന്ദ്രീകരിച്ചൊക്കെ പ്രവർത്തിക്കുന്നവരാണ് പരമ്പരാഗത ടാക്സി ഡ്രൈവർമാരെന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ചുള്ള ഇതിൻ്റെ ഒരു സാങ്കേതികത്വം കാര്യമായിട്ട് അറിയില്ല. 50-50 വയസ്സിന് മേലെയുള്ള ആൾക്കാർക്കാണ് അവർക്ക് ഈ യൂബർ ഓൺലൈൻ നോക്കി വാഹനം ഓടിക്കാൻ കഴിയില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അതിനോട് പെട്ടെന്ന് താരതമ്യം പ്രാപിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ അതിന് ഇവർക്ക് എന്താ ചെയ്യാൻ കഴിയുക? അവർക്കത് ഞങ്ങളുടെ ഏരിയയിൽ വന്ന് എടുക്കരുത് എന്ന് പറയാൻ മാത്രമേ കഴിയുള്ളൂ. നിങ്ങൾ ആൾക്കാരെ എടുത്തോളൂ, പക്ഷേ ഈ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് എടുക്കരുത്, കാരണം ഞങ്ങളിവിടെ ഓടുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് നിങ്ങൾ എടുക്കരുത്, ഞങ്ങളവിടെ ഓടുന്നുണ്ട് എന്ന് പറയുകയാണ്. പക്ഷേ ഈ ഓൺലൈൻ ടാക്സിക്കാരനെ സംബന്ധിച്ചിടത്തോളം അവനല്ലല്ലോ തീരുമാനിക്കുന്നത്. ആരാണോ യാത്രക്കാരൻ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്നും ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്നും ബുക്ക് ചെയ്താൽ അവിടേക്ക് വരുമല്ലാതെ വേറെ അവൻ്റെ മുൻപിൽ മാർഗ്ഗമില്ല. അവിടെ എടുക്കാൻ വരുന്ന സമയത്ത് ടാക്സി ഡ്രൈവർമാർ തടയുകയാണ്, ഇവിടെ എടുക്കാൻ കഴിയില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഇതിനെന്താ ഒരു മാനദണ്ഡം? അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇതിൻ്റെ മാനദണ്ഡം ഈ പറഞ്ഞ പോലെ ഗണേഷ് കുമാർ പറഞ്ഞതുപോലെ ചട്ടം അനുസരിച്ചിട്ട് രജിസ്റ്റർ ചെയ്താൽ മാത്രം തീരുമോ?
ചട്ടത്തിൽ രജിസ്റ്റർ ചെയ്താലും ഇവർക്ക് ഓടാം എന്നുള്ളത് തന്നെയല്ലേ പിന്നെ വരാൻ പോകുന്നത്. അതിനൊരു എന്താണ് പറയുക, അതിനൊരു ധാരണയൊന്നുമില്ല. നിയമം അനുസരിച്ച് പ്രവർത്തിക്കണം എന്നല്ലേ മന്ത്രിക്ക് പറയാൻ കഴിയുള്ളൂ. കേരളത്തിൽ അതാ ഞങ്ങളൊരു കേന്ദ്ര നിയമമുണ്ട്, നിയമത്തിനനുസരിച്ച് ഇവിടെ ഒരു ചട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്, ഇവിടെ റൂൾസ് ഉണ്ട്. ആ റൂൾസിന് അനുസരിച്ച് മാത്രമേ ഈ ഊബറിനും ഓലയ്ക്കൊക്കെ നടത്താൻ കഴിയുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. അതിനേക്കാൾ അപ്പുറം എവിടുന്ന് ക്ലയൻറ്റിനെ എടുക്കണം, എവിടുന്ന് യാത്രക്കാരനെ പിക്ക് ചെയ്യണം എന്നുള്ളത് മന്ത്രിക്ക് പറയാൻ കഴിയുമോ? അതാണ് പ്രശ്നം ശരിക്കും. ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ ഒരു ടാക്സി സ്റ്റാൻഡ് ഇല്ലാത്തൊരു സ്ഥലത്ത് നിന്ന് ഒരു യാത്രക്കാരനെ പിക്ക് ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവിടെയും തടയാനില്ല, അവിടെ പ്രശ്നങ്ങളുണ്ടാവില്ല. ഒരു ഫ്ലാറ്റിൽ നിന്ന് ഇപ്പോൾ ഞാൻ പറയാം, രാത്രി 12 മണിക്ക് എനിക്ക് എയർപോർട്ടിൽ പോകണം. രാത്രി 12 മണിക്ക് എയർപോർട്ടിൽ പോകണമെങ്കിൽ നമുക്ക് ഫ്ലാറ്റിന് താഴെ ഇറങ്ങി ഇന്നൊരു ഊബർ ബുക്ക് ചെയ്ത ഊബർ വന്ന് നമ്മളെ കൂട്ടി എയർപോർട്ടിൽ കൊണ്ടുവിടും. പക്ഷേ ഒരു ടാക്സിക്കാരൻ നമുക്ക് അങ്ങനെ വിളിച്ചു വരുത്താൻ പറ്റുമോ? കാരണം അദ്ദേഹം 6 മണി കഴിഞ്ഞിട്ട് 8 മണിക്ക് വീട്ടിൽ പോയി കിടന്നുറങ്ങും. കാരണം ഇത് 24 മണിക്കൂർ റൺ ചെയ്യുന്ന ഒരു സ്ഥാപനമായി അല്ലെങ്കിൽ ഒരു സംവിധാനമായിട്ട് ഓൺലൈൻ ടാക്സികൾ മാറിയിട്ടുണ്ട്. രാത്രി ഓടുന്നവരുണ്ട്, രാവിലെ ഓടുന്നവരുണ്ട്, പകൽ ഓടുന്നവരുണ്ട്, ട്രാഫിക് കുറഞ്ഞ സമയത്ത് ഓടുന്നവരുണ്ട്. അങ്ങനെ പല സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സംവിധാനത്തെ എങ്ങനെ ഒരു ശാശ്വതമായ പരിഹാരം കണ്ടെത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായ കാര്യമല്ല. അതിന് എളുപ്പം എന്ന് പറയുന്നത് ഈ പറഞ്ഞ 2 വിഭാഗങ്ങളെയും വിളിച്ചിരുത്തി ചർച്ച നടത്തി പ്രായോഗികമായ ഒരു സംവിധാനത്തിൽ നിർത്തി നടപ്പിലാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ജിമ്മി സാർ നേരത്തെ പറഞ്ഞ പോലെ ഈ കമ്പനികൾ രജിസ്റ്റർ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് യൂബർ ഡ്രൈവർമാരെ ഓടാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെ കമ്പനികൾ രജിസ്റ്റർ ചെയ്യാതെയാണ് ഈ സംവിധാനം നടത്തുന്നത്. അവർക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കണം. കാരണം കേരളത്തെ കൊള്ളയടിച്ചുകൊണ്ട് പോകുന്നതിനെതിരെ ക്രിമിനൽ കേസ് എടുത്ത് നടപടി സ്വീകരിക്കുകയല്ല വേണ്ടത്, അവർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണം. അതാണ് ശരിക്കും ഈ സർക്കാർ ചെയ്യേണ്ടത്. അതിന് പകരം അയ്യോ കേരളത്തിലെ ടാക്സി ഡ്രൈവർമാരൊന്നും യൂബർ ഡ്രൈവർമാരൊന്നും ഓടണ്ട, ഓൺലൈൻ ഡ്രൈവർമാരൊന്നും ഓടണ്ട എന്ന് തീരുമാനിച്ചാൽ ഇവർ ഈ 20,000 രൂപയും 30,000 അടവടയ്ക്കാം എന്ന് പറഞ്ഞിട്ട് യൂബർ ഓടി തിരിച്ചടയ്ക്കാം എന്ന് പറഞ്ഞ് ലോൺ എടുത്തിട്ട് ടാക്സി എടുത്തവരാണ് ഈ 80% ആൾക്കാർക്കും. അപ്പോൾ ഈ ടാക്സികളെല്ലാം ഇപ്പോൾ ശരി ഓൺലൈൻ യൂബർ സംവിധാനങ്ങളൊന്നും കേരളത്തിൽ ഓടണ്ടെന്ന് നിശ്ചയിച്ചു. ഈ ടാക്സികളെല്ലാം കൂടി ഈ ടാക്സി സ്റ്റാൻഡിലേക്ക് വന്നാൽ ഓട്ടം ഉണ്ടാവുമോ? ഇപ്പോൾ ഒരു 10 ടാക്സിയാണുള്ളെങ്കിൽ 200 ടാക്സി വരും ഒരു സ്റ്റാൻഡിൽ. കാരണം ആ ഏരിയയിൽ അത്രയും വണ്ടികൾ ഓടുന്നുണ്ട്. ഇപ്പോൾ കൊച്ചി സിറ്റിക്കകത്ത് എത്രയെങ്ങാനും യൂബർ ഓല ടാക്സികൾ ഓടുന്നുണ്ട്, തിരുവനന്തപുരത്ത് ഓടുന്നുണ്ട്. ഇവരെല്ലാം അത് ഓൺലൈൻ പരിപാടി നിർത്തി ടാക്സി സ്റ്റാൻഡിലേക്ക് വന്ന് ഓടാം എന്ന് വിചാരിച്ചാൽ നടക്കുമോ? ഓട്ടോ ഡ്രൈവർ ഇപ്പോൾ യൂബർ ഓട്ടോയുടെ ഭാഗമായി, ഓട്ടോ യൂബറിൻ്റെ ഭാഗമായി. ഇപ്പോൾ അവരെ കൂടെ വിളിച്ചാൽ വരുന്ന അവസ്ഥയിലെത്തി. അപ്പോൾ ഞാൻ പറയുന്നത് വലിയ ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായി ഇതിനെ വലുതാക്കുകയല്ല വേണ്ടത്. ഇപ്പോൾ ഇവിടുന്ന് എറണാകുളത്ത് നിന്ന് നമുക്ക് മൂന്നാറിലേക്ക് യാത്ര പോകണം. മൂന്നാറിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ഔട്ട്സൈഡ് സിറ്റിയാണ്. ഔട്ട്സൈഡ് സിറ്റിക്ക് യൂബറിൻ്റെ റേറ്റ് വേറെയാണ്. ചിലപ്പോൾ അത് 6 മണിക്കൂറോ 8 മണിക്കൂറോ ഒക്കെ ആയിരിക്കാം. നോർമലി അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടുന്ന് നേരെ മൂന്നാറിൽ പോയി, മൂന്നാറിൽ നിന്ന് അവർക്ക് അവിടുന്ന് കാലിയടിച്ച് തിരിച്ച് ഇങ്ങോട്ട് വരാൻ കഴിയില്ലല്ലോ, ആളില്ലാതെ തിരിച്ച് വരാൻ കഴിയില്ല. അപ്പോൾ അവരെ കിടന്നിട്ട് അവിടുന്ന് 2 പേരെയും കൂടി എടുത്തിട്ട് അവരിങ്ങോട്ട് വരും. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം അത് അവരൊരു വരുമാന മാർഗ്ഗമാണ്. പക്ഷേ മൂന്നാറിൽ ടാക്സി അടിക്കുന്ന ടാക്സി ഡ്രൈവർമാരെ സംബന്ധിച്ചിടത്തോളം എന്താ, അവരെ സംബന്ധിച്ച് അവർക്ക് എറണാകുളത്തേക്ക് ഓട്ടം പ്രതീക്ഷിച്ച് നിൽക്കുമ്പോൾ ഇവിടുന്ന് ഒരാൾ അവിടെ ആളെ ഇറക്കുന്നു, അവിടുന്ന് ആളെ കയറ്റി തിരിച്ചു വരുന്നു. അപ്പോൾ ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇതെങ്ങനെ മാനേജ് ചെയ്യപ്പെടും എന്നുള്ളത്, അവിടെയാണ് ഒരു മന്ത്രിയുടെ ബുദ്ധി പ്രയോഗിക്കേണ്ടത് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് എങ്ങനെ നിലപാട് സ്വീകരിക്കാൻ പറ്റും? ഗണേഷ് കുമാറിന് നല്ല രീതിയിൽ അങ്ങനെ കാര്യങ്ങൾ പ്രാപ്തിയോടുകൂടി നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു മന്ത്രിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അത്യാവശ്യം ഇപ്പോൾ നമ്മൾ KSRTC കുറേ നാളുകൾ ശമ്പളം ഇല്ലാതെ കിടക്കുമായിരുന്നു. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് KSRTC. ഇപ്പോൾ നല്ല രീതിയിൽ പ്രവർത്തിച്ച് വരുന്നുണ്ട്. കാരണം ശമ്പളം പോലും കൊടുക്കാൻ പൈസ ഇല്ലാതെ നിന്ന KSRTCനെ ഈ ലെവലിലേക്ക് ഗണേഷ് കുമാറിലേക്ക് ഉയർത്താൻ പറ്റിയിട്ടുണ്ട്. വലിയ രീതിയിൽ സമരങ്ങൾ നടക്കുന്നില്ല, നല്ല രീതിയിൽ കാര്യങ്ങൾ നടപ്പിലാക്കി പോകുന്നുണ്ട്. ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം നല്ല ബസ്സുകൾ ഇറങ്ങുന്നുണ്ട്, യാത്രാ സംവിധാനങ്ങൾ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം KSRTC എന്ന് പറയുന്ന ഒരു പൊതു സംവിധാനത്തെ നല്ല രീതിയിൽ ഉയർത്താൻ കഴിഞ്ഞൊരു മന്ത്രിക്ക് ഇതൊക്കെ സിമ്പിളായി തീർക്കാൻ കഴിയുന്ന കാര്യമുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നു ആദ്യം തന്നെ പുള്ളിക്ക് പാളിപ്പോയി. ആദ്യം തന്നെ യൂബറിന് ഓടാമെന്ന് പറഞ്ഞു പുള്ളി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നോക്കുമ്പോൾ തൊഴിലാളികളുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിൽ എതിർപ്പ് വന്നു. ആ സമയത്ത് ഓടാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പം ഞാൻ വിചാരിക്കുന്നതെന്ന് പറയുമോ, ഇപ്പം അദ്ദേഹം തന്നെ ഒരു നിലപാട് സ്വീകരിക്കേണ്ടത് 2 വിഭാഗങ്ങളെ വിളിച്ചിരുത്തി, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ധാരണയുള്ള 2 വിഭാഗങ്ങളെ വിളിച്ചിരുത്തി എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യാൻ പറ്റും. ഇത് നിയമം യൂബറും ഓലയും നിയമം പാസ്സാക്കി ഒരു 5 കോടി ഡിപ്പോസിറ്റ് ചെയ്ത് ഓടിക്കോളാൻ 5 ലക്ഷം രൂപ ഡിപ്പോസിറ്റ് ചെയ്ത് ഓടിക്കോളാൻ പറഞ്ഞാൽ മാത്രം തീരുന്ന പ്രശ്നമല്ല. അപ്പം ജിമ്മി സാർ നേരത്തെ പറഞ്ഞു 20%, 80%, 20%, 80% കാർ ഡ്രൈവർക്കും 20% കമ്പനിക്കാർക്കും കിട്ടുന്ന രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. അത് 16-20 പറഞ്ഞ് അതൊക്കെ ചെറിയ സാങ്കേതിക പ്രശ്നങ്ങളാണ്. അതൊക്കെ കമ്പനിയായിട്ട് ഡിസ്കസ് ചെയ്ത് തീർക്കാൻ കഴിയുമായിരിക്കും ചിലപ്പോൾ. പക്ഷേ ഈ എവിടുന്ന് പിക്ക് ചെയ്യും, എങ്ങനെ എവിടുന്നാണ് ഈ ടാക്സി ഡ്രൈവർമാർക്ക് ഓട്ടം പറ്റില്ല എന്നുള്ളത്. അപ്പം ഞാൻ വേണമെങ്കിൽ പറയാം, ഇപ്പം ബാംഗ്ലൂർ എയർപോർട്ടിൽ പോയാൽ എയർപോർട്ടിൻ്റെ അകത്ത് നിന്നും ഓലക്കാർക്ക് എടുക്കാൻ പറ്റില്ല. എയർപോർട്ടിൻ്റെ അകത്ത് എടുക്കാൻ കഴിയുന്നവർക്ക് അവിടുത്തെ ടാക്സിക്കാർക്ക് മാത്രമേ. എയർപോർട്ടിന് പുറത്ത് നമ്മൾ ഇറങ്ങി നിന്നാൽ
നമുക്ക് ബുക്ക് ചെയ്തിട്ട് നമുക്ക് വണ്ടി കൊണ്ട് വരാം. അപ്പം ഇപ്പോൾ കോഴിക്കോട് പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വെക്കുക, റെയിൽവേ സ്റ്റേഷൻ്റെ അകത്ത് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കി, ടാക്സികൾക്ക് പാർക്ക് ചെയ്യാം. അവർക്ക് ഇറങ്ങി വരുന്നവർക്ക് ഈ ടാക്സി വിളിച്ച് പോവുകയും സ്റ്റേഷൻ്റെ പുറത്തിറങ്ങി നിൽക്കുന്നവർക്ക് വേണമെങ്കിൽ ഓള യൂബർ ബുക്ക് ചെയ്ത് പോവുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പുതിയ സംവിധാനം ഉണ്ടാക്കണം കേരളത്തിൽ. അങ്ങനെ ചെന്നൈയിൽ അങ്ങനെയാണ്, പല സംസ്ഥാനങ്ങൾ അങ്ങനെ ഒരു പുതിയ സംവിധാനം ഉണ്ടാക്കി ഇവർക്ക് രണ്ടുപേർക്കും പ്രശ്നമില്ലാത്ത രീതിയിൽ, അടിയുണ്ടാക്കാത്ത രീതിയിൽ. അപ്പം നമ്മളിപ്പോൾ ചെന്നൈയിൽ പോയിട്ട് അല്ലെങ്കിൽ മുംബൈയിൽ പോയിട്ട് എയർപോർട്ടിൻ്റെ അകത്ത് നിന്ന് യൂബർ വിളിച്ച യൂബർ ഉള്ളിലോട്ട് വരില്ല. അവർ പറയും നമ്മളോട് നിങ്ങൾ പുറത്തേക്ക് വാ, ഞങ്ങളുടെ ബേ ഇതാണ്, ആ ബേയിൽ വന്നു നിന്നാലേ ഞങ്ങൾക്ക് എടുക്കാൻ കഴിയുള്ളൂ. ഉള്ളിൽ നിന്നാണെങ്കിൽ ഉള്ളിൽ നിങ്ങൾക്ക് അവിടെ ടാക്സി ഉണ്ട്, അവിടുന്ന് വിളിച്ചോളാൻ അവർ പറയുക. അത് പറയാം. അതുപോലെ തന്നെ അങ്ങനെ ഉള്ളിൽ കയറാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ ടാക്സി ക്യാൻസൽ ചെയ്താൽ ഈ പൈസ ആർക്ക് നഷ്ടപ്പെടും? ഈ ബുക്ക് ചെയ്യുന്ന ആളാണ് നമ്മൾ ഒഴിവാക്കുന്നതെങ്കിൽ, ബുക്ക് ചെയ്യുന്ന ആളാണ് ടാക്സി വേണ്ട നിശ്ചയിക്കുന്നതെങ്കിൽ 50 രൂപ ഇവിടുന്ന് അങ്ങോട്ട് കട്ട് ചെയ്യും, 50 നിശ്ചിത പൈസ കട്ട് ചെയ്യും. ഇത് കാർ ഡ്രൈവറാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ അവൻ്റെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ അവൻ പ്രശ്നമല്ലാത്ത കാർ ഡ്രൈവർ ഇത് കട്ട് ചെയ്ത് അവൻ്റെ കയ്യിൽ പൈസ പോകാൻ നിൽക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതിനൊക്കെ ഒരു കമ്പനികളുമായിട്ട് ധാരണയുണ്ടാക്കി, കട്ട് ചെയ്താൽ പൈസ പോകാത്ത രീതിയിലൊക്കെ ധാരണയുണ്ടാക്കി കൈകാര്യം ചെയ്യാണ് വേണ്ടത്. ഇതല്ലാതെ നിങ്ങൾ ഒറ്റയടിക്ക് പറയുകയാണ് കേരളത്തിലെ യൂബർ ഡ്രൈവർമാരും ഓല ഡ്രൈവർമാരും ഓൺലൈൻ ഡ്രൈവർമാരും ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞാൽ അതുണ്ടാക്കുന്ന ഭവിഷ്യത്ത് വളരെയാണ്. കാരണം എന്താണ്, അത് അങ്ങനെ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാൽ മറ്റേ വിഭാഗത്തിന് വളരെ സ്ട്രോങ് ആയ ഒരു നിലപാട് വന്നു. കാരണം സർക്കാർ നിങ്ങളോട് ഓടരുതെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഈ ഓടുന്നത്, അതുകൊണ്ട് ഓടാൻ കഴിയില്ല എന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്തും. അത് സ്വാഭാവികമാണ്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അത് രണ്ടുപേരെയും, കാരണം ഞാൻ പറയുന്നത് പിന്നെ എന്നോട് കുറച്ച് നേരത്തെ ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഒരാളെ വിളിച്ചു. അപ്പം അവിടുത്തെ അച്ഛൻ ടാക്സി ഡ്രൈവറും മകൻ ഈ യൂബർ ഓടിക്കുന്ന ഡ്രൈവർ, 2 വണ്ടിയാണ് ഒരു വീട്ടിലുള്ളത്. അപ്പം ഈ അടി വീട്ടിൽ വന്നാൽ ഉണ്ടാവുമോ? അച്ഛനും മകനും തമ്മിൽ ഉണ്ടാവുമോ? മകൻ ഇറങ്ങേണ്ട, നാളെ തുടങ്ങി മകൻ ഇറങ്ങേണ്ട, അച്ഛൻ മാത്രം ഇറങ്ങിയാൽ മതി. ഇത് തന്നെയാണ് കേരളത്തിൻ്റെ പൊതു അവസ്ഥ. രണ്ടുപേരും ഡ്രൈവർമാരാണ്, രണ്ടുപേരും ഇത് വെച്ചിട്ടാണ് ഉപജീവനം നടത്തുന്നത്, ഇതുമായിട്ടാണ് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ ആ അർത്ഥത്തിൽ ഇതിനെ ട്രീറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അതിനകത്ത് അല്ലാതെ നിയമം കൊണ്ട് നേരിടാൻ പറ്റിയ ഒരു വിഷയമേ അല്ല ഓൺലൈൻ ടാക്സി യൂബർ പ്രശ്നം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന പരമ്പരാഗത ടാക്സി ഡ്രൈവർമാരുടെ പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പം സ്വിഗ്ഗി സൊമാറ്റോ പോലെയുള്ള സംവിധാനങ്ങളുണ്ട്. ഇതൊക്കെ പൂട്ടാൻ കഴിയുമോ നമുക്ക്? ഇപ്പോൾ ആരെങ്കിലും വൈകുന്നേരം വീട്ടിൽ, ഇപ്പം നമ്മളിപ്പോൾ ഫ്ലാറ്റിൽ നിന്ന് ഓഫീസിൽ നിന്ന് വീട്ടിൽ പോയാൽ ഫുഡ് അവിടെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്യുകയാണ്. അപ്പോൾ 1/2 മണിക്കൂർ കൊണ്ട് വീട്ടിൽ ഫുഡ് എത്തും. ഇപ്പോൾ നാളെ തുടങ്ങി പറയുകയാണ് നിങ്ങളെല്ലാം ഹോട്ടലിൽ പോയി കഴിച്ചോളാം പറഞ്ഞാൽ സമ്മതിക്കാൻ പറ്റുമോ? പറ്റൂലല്ലോ. അപ്പോൾ ഇതിനൊക്കെ കാരണം ലോകം വളരുന്നതിൻ്റെ ഭാഗമാണ് ഇതൊക്കെ, ഒരു സ്റ്റേറ്റ് വളരുന്നതിൻ്റെ ഭാഗമാണ്. ഇപ്പം ഇവിടെ നിന്നും കൊച്ചിയിൽ നിന്നും ഒരു യൂബർ ടാക്സി വിളിച്ച് മൂന്നാറിലേക്കും വയനാട്ടിലേക്കൊക്കെ പോകുന്ന രീതിയിൽ നമ്മുടെ സംസ്ഥാനം വളർന്നു, നമ്മുടെ ടൂറിസം വളർന്നു എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതിന് വേണ്ട സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അല്ലെങ്കിൽ ഈ പറയുന്ന ടാക്സി ഡ്രൈവർമാരെയും കൂടെ ഊബറിൻ്റെ ഭാഗമാക്കുക. ഇതെല്ലാം ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മിനിസ്റ്ററുടെ ഭാഗത്തുനിന്നും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ശക്തമായി പെട്ടെന്ന് സ്വീകരിക്കണം എന്ന് പറയുന്നത്. ഇത് റോഡിൽ കിടന്ന് തല്ലി അവരെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് നീ അടി വാങ്ങുന്നത്? കാരണം 1000 രൂപ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ കഷ്ടപ്പെട്ടാൽ 2000 രൂപയ്ക്ക് താഴെയാണ് ഓടുന്നത്. അതിൻ്റെ അകത്ത് 80% കൊണ്ട് കമ്പനിയും കൊണ്ടുപോയി ബാക്കി 20% ഉണ്ടാവുക. അവരെ സംബന്ധിച്ചിടത്തോളം ദിവസക്കൂലിയിട്ട് താഴെയാണ് കയ്യിൽ കിട്ടുന്നുണ്ടാവുക ചിലപ്പം. ഇതുകൊണ്ടായിരിക്കും ജീവിക്കേണ്ടി വരിക. അതിനിടയ്ക്ക് അടി മേടിച്ച് ഹോസ്പിറ്റലിൽ പോയി കിടന്ന് കേസ് നടത്തുന്നേക്കാളും എത്രയോ രണ്ടുപേരുടെയും നിസ്സഹായാവസ്ഥയും കൊണ്ടുണ്ടാകുന്ന പ്രശ്നമാണ് കേട്ടോ. അതിന് എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്ന് പറയുന്നത് പോലെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അത് ഞാൻ പറഞ്ഞ ഒരു മനഃപൂർവ്വം കൊണ്ട് ചെയ്തതാണെന്ന് തോന്നുന്നില്ല. ആദ്യം നോക്കിക്കഴിഞ്ഞപ്പം നമ്മളെ സാമാന്യ മര്യാദയ്ക്ക് ആലോചിച്ചാൽ ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യം എന്താ, എന്തിനാ പോയി ഊബർ ഓടുന്നതിന് പ്രശ്നം, എന്താണ് ഓൺലൈൻ ടാക്സി ഓടുന്നതിന് പ്രശ്നം എന്നാ ചിന്തിക്കുക. മിനിസ്റ്ററോട് ആദ്യം പോയി ചോദിച്ചപ്പോൾ അങ്ങനെ തന്നെ പറഞ്ഞു. അതിന് ഇവിടെ നിയമങ്ങൾ ആരും ഒഴിവാക്കിയിട്ടൊന്നുമില്ലല്ലോ, തടഞ്ഞിട്ടില്ലല്ലോ, അങ്ങനെ പറയാൻ പാടില്ലോ എന്നുള്ള കാര്യം വേറെ കാര്യം. പക്ഷേ അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് ആലോചിച്ചപ്പോഴാണ് ഇങ്ങനെ നിയമമുണ്ടല്ലോ, ഇങ്ങനെ കാര്യങ്ങൾ. അപ്പോൾ അദ്ദേഹം ആ നിയമം വിളിച്ചു പറഞ്ഞു. ആ നിയമം കൊണ്ടും ഈ 2 പറഞ്ഞ കാര്യം കൊണ്ട് ഈ പ്രശ്നം അവസാനിക്കാൻ പോകുന്നില്ല. ഇനി ഇവർ ഒന്നിച്ച് തീരുമാനം ഇങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ തീർത്തതും കേട്ടോ. ഇതിന് മുൻപ് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് അങ്ങനെ ഉണ്ടായ സമയത്ത് ഇങ്ങനെ പ്രശ്നങ്ങൾ തീർക്കുകയാണ് ചെയ്തത്. അല്ലാതെ നിയമം ടാക്സി വേണ്ടെന്നോ യൂബർ വേണ്ടെന്നോ തീരുമാനിക്കുകയല്ല. അത് കോടതിയിൽ പോയപ്പോൾ കോടതി എന്താ പറഞ്ഞത്? 2013 കോടതി പറഞ്ഞത് യൂബർ ഓൺലൈൻ ടാക്സി നടത്തുന്നവർക്ക് സംരക്ഷണം കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനർത്ഥം എന്താ? കാരണം അവർക്ക് ഈ ഭരണഘടനയുടെ ഭാഗമായി യാത്ര ചെയ്യാനും തൊഴിലെടുക്കാനുള്ള അവസരമുണ്ട്. അതിനനുസരിച്ച് വലിയുള്ള സംവിധാനം ഉണ്ടാക്കാനാണ് കോടതി പറഞ്ഞത്. അത് തന്നെയാണ് നിയമവും. ഈ ചട്ടവും നിയമമൊക്കെ ഉണ്ടാക്കുന്നത് ജനങ്ങൾക്കും തൊഴിലാളികൾക്കൊക്കെ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ ഇവരെ ചർച്ച ചെയ്ത് തീരുമാനിക്കുക. അല്ലെങ്കിൽ പിന്നെ ഈ ഓൺലൈൻ ഈ ചട്ടം തന്നെ ഭേദഗതി വരുത്തേണ്ടി വരുമെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർക്ക് വേണ്ടിയിട്ടാണ് ഈ ചട്ടം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം പരമ്പരാഗത ഡ്രൈവർമാർക്ക് എന്ത് ചട്ടമുള്ളത്? അവർക്കൊരു ചട്ടം വേണ്ടേ? ആ ചട്ടം എങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെടുത്താൻ കഴിയും എന്നുള്ളതാണ്. അപ്പം എത്രയും പെട്ടെന്ന് മന്ത്രി ചെയ്യേണ്ടത് ഒരു പ്രസ് മീറ്റ് വിളിച്ചിട്ട് ഇതിൻ്റെ എന്താണ് ക്ലാരിറ്റി എന്ന് പറഞ്ഞു കൊടുക്കുക ആദ്യ കാര്യം. എന്നിട്ട് ഒരാഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ ഒരു കരട് സംവിധാനം ഉണ്ടാക്കി ആ കരട് സംവിധാനം 2 വിഭാഗങ്ങളെയും, കാരണം ഈ പരമ്പരാഗത തൊഴിലാളികൾക്ക് രാഷ്ട്രീയ പാർട്ടികളുണ്ട്, INTUC ഉണ്ട്, CITU പോലെയുള്ള സംഘടനകളെല്ലാം ഈ ടാക്സി ഡ്രൈവർമാരുടെ ഭാഗമായിട്ടുണ്ട്.
80% അങ്ങനെയുണ്ട്. അതിൽ തന്നെ ഓട്ടോ ഡ്രൈവർമാർ സിറ്റിയിൽ ഓടുന്ന ഓട്ടോ ഡ്രൈവർമാർ പകരും ഇപ്പോൾ യൂബറിൻ്റെ ഭാഗമായി കഴിഞ്ഞു. അപ്പം ഇത് പ്രശ്നങ്ങൾക്ക് ഇപ്പം അതും കുറച്ച് ദേഷ്യം കൂടുതൽ. കാരണം വൈകുന്നേരം വരെ ഓട്ടം കിട്ടാതെ കഷ്ടപ്പെട്ട് പിന്നെ ടാക്സിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്തായിരിക്കും ഒരുത്തം വന്നിട്ട് ഒരു സൈഡിൽ നിന്ന് എടുത്തിട്ട് പോകുന്നുണ്ടാവുക. ഓട്ടോമാറ്റിക് അവൻ്റെ ചോര തിളയ്ക്കും. കാരണം ഞാനിവിടെ കിടക്കുന്നത് എന്നാൽ പിന്നെ നിന്നെ പോലെ ഓടിയാൽ മതിയല്ലോ എന്നാണ് ചിന്തിക്കുക. അപ്പം ഇതിൽ നിന്ന് ഗവൺമെൻറ്റിന് അല്ലാതെ ഇതിനകത്തൊന്നും ചെയ്യാനില്ല കേട്ടോ. ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് ആക്ട് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സുജിയ, ഡ്രൈവർമാരുടെ അനീതിയാണോ? അനീതിയാണ് എന്നതാണ് എൻ്റെ അഭിപ്രായം. അത് ഈ ഓൺലൈൻ ടാക്സി ഓടുന്ന ഡ്രൈവർമാർക്ക് നേരിടുന്ന അനീതി പോലെ തന്നെയാണ് ഈ സ്റ്റാൻഡുകളിൽ ഓടുന്ന ടാക്സി ഡ്രൈവേഴ്സ്. അവർ നേരിടുന്ന പ്രശ്നം കൂടി നമ്മൾ പറഞ്ഞു തന്നെ പോകണം. കാരണം അവർക്ക് ഈ രീതിയിൽ പ്രതികരിക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള വിവിധ യൂണിയനുകളായി പെട്ട് പ്രവർത്തിക്കുന്ന ഡ്രൈവേഴ്സ് ആണല്ലോ. അവർ ഈ രീതിയിൽ വലിയ രീതിയിൽ ഈ ഒരു വയലൻ്റായി മാറുന്നത് എന്തുകൊണ്ടാണ് എന്നതുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. കാരണം അവരും ഈ കുടുംബം പുലർത്തുന്നതിന് വേണ്ടിയിട്ടാണ് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. സ്റ്റാൻഡിൽ പോയി കിടന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓട്ടം കിട്ടുകയല്ല. 1-2 ഓട്ടം കിട്ടും. ചില ദിവസങ്ങളിൽ ഓട്ടം കിട്ടാത്ത ദിവസങ്ങളും ഉണ്ടാകും. സീസൺ അനുസരിച്ചാണ്. പ്രത്യേകിച്ചും ടൂറിസം മേഖലയിലൊക്കെ സീസൺ അനുസരിച്ച് മാത്രമാണ് ഓട്ടം കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ടാക്സി ഡ്രൈവറുടെ വരുമാനം കൊണ്ട് പുലരുന്ന ഒരു 4 അംഗ കുടുംബമാണെന്ന് വെക്കുക. അതിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുണ്ടാകും. ആ വീട്ടിലെ ചെലവ് നടക്കണം. ഇതിനെല്ലാമായിട്ടുള്ള തുക അവർ കണ്ടെത്തുന്നത് ഈ ടാക്സി ഓടിച്ചിട്ടാണ്. അപ്പോൾ അത് പരമ്പരാഗതമായി ചെയ്തു വന്ന ജോലികളാണ്. നമ്മൾ പലപ്പോഴും പല സ്റ്റാൻഡിലും ഒരുപാട് പ്രായമായ അച്ഛന്മാരൊക്കെ വണ്ടി ഓടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് അവർക്ക് ആ തൊഴിലിൽ തന്നെ തുടരേണ്ടി വരുന്നത്? അവരുടെ കുടുംബത്തിൻ്റെ ഭാരം മുഴുവൻ അവരുടെ ചുമലിലായതുകൊണ്ടാണ്. അവർക്ക് ആ ജോലി തന്നെ അവർക്ക് ആവാമായിട്ടല്ല, മക്കളുടെ പഠിത്തം പൂർത്തിയാക്കാനായിട്ടുണ്ടാകും, അല്ലെങ്കിൽ ജോലി ആയിട്ടുണ്ടാവില്ല. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ്. അവിടെയാണ് നേരത്തെ സാർ സൂചിപ്പിച്ചതുപോലെ ഒരു വീട്ടിൽ തന്നെ ഇപ്പോൾ പുതിയ തലമുറ അവർ ഊബർ അല്ലെങ്കിൽ ഓല അങ്ങനെയുള്ള ആപ്പ് വഴിയുള്ള സേവനത്തിലേക്ക് പോകുന്നത്. ഇവിടെ ഈ ടാക്സികൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല, ഈ കമ്പനികൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് മന്ത്രി പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കമ്പനികൾ രജിസ്റ്റർ ചെയ്യുന്നതിനായിട്ട് ഈ കേന്ദ്ര നിയമം അനുസരിച്ച് സർക്കാർ നയം രൂപീകരിക്കുകയും അനുവാദം വാങ്ങി ഓൺലൈൻ ടാക്സികൾ പ്രവർത്തിക്കണമെന്ന് പറയുകയും ചെയ്തിരുന്നു. പക്ഷേ അത് ഇതുവരെ ഈ 2 ടാക്സി കമ്പനികളും അല്ലെങ്കിൽ ഈ 2 ടാക്സി ഓടിക്കുന്ന ഊബർ ഓല കമ്പനികളും അത് ചെയ്തിട്ടില്ല. ഇപ്പോൾ റാപ്പിഡോ എന്ന് പറയുന്ന കമ്പനി മാത്രമാണ് സംസ്ഥാനത്ത് ഇതുവരെ അപേക്ഷ നൽകിയിട്ടുള്ളത്. ഇവിടെ ഓൺലൈൻ ടാക്സികൾക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മന്ത്രി പറഞ്ഞതിൽ നിന്ന്, ഇതിൽ അന്വേഷിച്ചതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്, ഓൺലൈൻ ടാക്സികൾക്ക് കേരളത്തിൽ ഓടുന്നതിന് ഒരു തടസ്സവുമില്ല, നിയമ തടസ്സവുമില്ല. പക്ഷേ അവർ ഈ കാര്യത്തിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് സർക്കാർ ഒരു നിബന്ധന വെക്കുമ്പോൾ ആ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അതിന് പക്ഷേ തെരുവിൽ കിടന്ന് തല്ലുകൊള്ളേണ്ടത് ഈ ഓൺലൈൻ ടാക്സി ഓടിക്കുന്ന പാവം ഡ്രൈവർമാരാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ഉത്തരം. കാരണം അവരുടെ തെറ്റുകൊണ്ടല്ല, അവർക്ക് ഓടാൻ അനുമതി ഉണ്ടെന്ന് പറഞ്ഞാണല്ലോ അവരെ ഈ ആപ്പിൽ രജിസ്റ്റർ ചെയ്യിപ്പിക്കുന്നതും അതിനുശേഷം അവരുടെ പ്രൊസീഡിങ്സ്. ഞാൻ എങ്ങനെയാണ് ഇവർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നതുകൂടി നമുക്ക് പറഞ്ഞു പോകാമെന്നാണ് ഞാൻ കരുതുന്നത്. ഈ ഊബർ അല്ലെങ്കിൽ ഓല ഇതിൽ രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ വാഹനം ബുക്ക് ചെയ്യുന്നതിനുള്ളതുപോലെ തന്നെ ഒരു ഡ്രൈവറായി ഇപ്പോൾ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു ഡ്രൈവേഴ്സ് ആപ്പ് ഉണ്ട്. ഊബറിൻ്റെ തന്നെ ഡ്രൈവേഴ്സ് ആപ്പ് ഉണ്ട്. അതിൽ പോയി രജിസ്റ്റർ ചെയ്തിട്ടാണ്, അതായത് നിങ്ങളൊരു ജോലിക്ക് കയറുന്നത് പോലെ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സും എല്ലാം അവരുടെ പ്രാദേശിക കേന്ദ്രങ്ങളിൽ പോയി കൊടുത്ത് അങ്ങനെയാണ് രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ വെരിഫിക്കേഷൻ പൂർത്തിയാക്കി നിങ്ങൾ ഊബർ ഓടുന്ന അല്ലെങ്കിൽ ഊബറിൻ്റെ സൈറ്റിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഡ്രൈവറായി മാറുന്നത്. ഇതിൽ മറ്റ് ഡ്രൈവർമാരുമായുള്ള വ്യത്യാസം എന്താണ്? നമുക്ക് 4 പേർക്കും വേണമെന്നുണ്ടെങ്കിൽ ഊബർ ഓടാം, അതാണ് വ്യത്യാസം. മറ്റവർ രാവിലെ തൊട്ട് രാത്രി വരെ പകലന്തിയോളം ഈ ടാക്സി സ്റ്റാൻഡിൽ പോയി കിടന്ന് ഊഴമനുസരിച്ച് ടേൺ അനുസരിച്ചാണ്. ഒരാൾക്ക് തന്നെ എല്ലാ ഓട്ടം എടുക്കാൻ പറ്റില്ല. അപ്പോൾ ടേൺ അനുസരിച്ച് ഓട്ടം എടുത്ത് അവരവിടെ കാത്തു കിടക്കണം. ഇവർക്കെന്ന് വെച്ചാൽ ഇവർ ചെയ്യുന്ന മറ്റൊരു ജോലിക്ക് ശേഷമുള്ള അധിക സമയവും വന്ന് ഊബർ അല്ലെങ്കിൽ ഓല ടാക്സി ഡ്രൈവറായിട്ട് ഓടാം, അങ്ങനെ അധിക വരുമാനം നേടാം. അങ്ങനെ ചെയ്യുന്ന ആളുകളാണ് കേരളത്തിൽ കൂടുതലുമുള്ളത്. മറ്റു ജോലികൾക്കൊപ്പം തന്നെ ഊബർ കൂടി എന്ത് ചെയ്യുകയാണ്, മറ്റൊരു ജോലിക്കൊപ്പം തന്നെ ആ ഷിഫ്റ്റ് കഴിയുമ്പോഴേക്കും ഊബർ കൂടി ഓടുക. അപ്പോൾ അങ്ങനെയുള്ള കഴിഞ്ഞ ദിവസമൊക്കെ രസകരമായ വാർത്തകൾ വന്നിരുന്നു. കോടീശ്വരന്മാരായ ആളുകൾക്ക് പലരും ഈ ഊബറിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ കഴിഞ്ഞ വാർത്തകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നിരുന്നു. ഇതിൽ നിന്ന് നമ്മൾ ഈ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ യഥാർത്ഥത്തിൽ ഏറ്റവും കുറവ് വരുമാനം കിട്ടുന്നത് ആർക്കാണ്? ഈ 2 പേരെയും കമ്പയർ ചെയ്യുമ്പോൾ മറ്റൊരു ജോലിയുള്ള ഒരാൾ ഊബർ ഓടുന്നതും അയാൾക്ക് കിട്ടുന്ന വരുമാനവും അയാളുടെ ഫിക്സഡ് ആയിട്ടുള്ള ഇൻകം ഉള്ള ഒരു ജോലി അയാൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെയാണ് ഈ ഊബർ അല്ലെങ്കിൽ ഓല ടാക്സി ഓടുന്നത്. ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് അടക്കം ടാക്സി എടുത്തു പോകുന്ന അങ്ങനെ പോകുന്ന ആളുകൾ മറ്റൊരു വരുമാനമുള്ള ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ബിസിനസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരും ഈ ടാക്സി കൂടി ഓടുന്നുണ്ട്. ഒരു അഡീഷണൽ ഇൻകം എന്ന രീതിയിൽ ഊബർ അല്ലെങ്കിൽ ഓല ഓടുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് മാത്രമായി ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആളുകളുണ്ട് കേട്ടോ, അതില്ല എന്നല്ല. അവിടെയാണ് ഈ പരമ്പരാഗതമായി തൊഴിൽ ചെയ്ത് വരുന്ന ആളുകൾ പെട്ടെന്ന് പാനിക്കാവുന്നത്. കാരണം ഞങ്ങളുടെ തൊഴിൽ നഷ്ടപ്പെടുകയാണ്, അവർക്ക് മറ്റൊരു വരുമാന മാർഗ്ഗമില്ല. ആ വരുമാന മാർഗ്ഗം നഷ്ടപ്പെടുന്ന ആളുകൾക്ക് കൃത്യമായി അവരെയും കൂടി അക്കോമഡേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിനായി എന്താണ് നമ്മുടെ സംവിധാനത്തിന് മുന്നിലുള്ളത്? അതാണ് ബിഗ് ക്വസ്റ്റ്യൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ഇപ്പോൾ ഈ അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോ ആസ്ഥാനമായിട്ടുള്ള ഈ ഓൺലൈൻ ഗതാഗത നെറ്റ്വർക്ക് കമ്പനി ഊബർ, അപ്പോൾ സാൻ ഫ്രാൻസിസ്കോയിൽ പോയി നമുക്ക് ചോദിക്കാൻ പറ്റുമോ
ഇവിടെ എന്ത് സംവിധാനമാണുള്ളത്? ഊബർ എന്ന് പറയുന്ന ഒരു കമ്പനിയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് ഇവർ ഈ ആപ്പ് അല്ലാതെ ഇവർക്ക് വേറെ എന്തെങ്കിലും സംവിധാനം ഉണ്ടോ എന്നുള്ളതാണ്. പ്രാദേശിക കേന്ദ്രങ്ങൾ ഇവരുടെ വെരിഫിക്കേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുണ്ട്. എന്നാൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ ഈ കമ്പനി ഈ ഡ്രൈവർമാരുടെ കാര്യത്തിൽ എങ്ങനെയാണ് ഇടപെടുന്നത്? കേരളത്തിൽ രജിസ്ട്രേഷൻ നിർബന്ധമാണ് എന്ന് മന്ത്രി പറഞ്ഞതിന് ശേഷം ഈ സാൻ ഫ്രാൻസിസ്കോയുള്ള കമ്പനിയുടെ ഭാഗത്ത് നിന്ന് അത് ആസ്ഥാനമാണ്, അതുകൊണ്ടാണ് ഞാനത് മെൻഷൻ ചെയ്തത്, എന്തെങ്കിലും ഒരു പ്രതികരണം നമ്മൾ ഈ നിമിഷം വരെ കണ്ടോ? അപ്പോൾ എത്രത്തോളം ഈ ആളുകൾ കിടന്ന് തല്ലുകൊണ്ടോട്ടെ എന്ന് പറഞ്ഞാൽ കമ്പനി കാണിക്കുന്ന നിരുത്തരവാദപരമായ സമീപനം കൂടി നമ്മൾ ചർച്ച ചെയ്ത് പോകണം. സർക്കാരിനെയോ അല്ലെങ്കിൽ ഗതാഗത മന്ത്രിയെ കുറ്റം പറയാൻ എളുപ്പമാണ്. പക്ഷേ ഈ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് അവർ ചെയ്യേണ്ട ലീഗലി ഓരോ രാജ്യത്തും അല്ലെങ്കിൽ ഒരു രാജ്യത്തെ ഓരോ സംസ്ഥാനങ്ങളിലും പ്രത്യേകമായി എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഫ്രെയിം വർക്ക്, ഒരു നിയമം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതാണ് നിങ്ങൾ അതിൻ്റെ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാലിക്കാൻ അവർ ബാധ്യസ്ഥരാണെന്നേ. അങ്ങനെ മാത്രം ഇവിടെ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് മന്ത്രി പറഞ്ഞത്. അതിനുടനെ മന്ത്രി ഇവരെ തല്ലുന്ന രീതിയിലുള്ള സമീപനം ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം മന്ത്രി കെ വി ഗണേഷ് കുമാർ പറഞ്ഞത് റാപ്പിഡോ മാത്രമാണ് ഇവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, ഊബറും ഓലയും രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത കമ്പനികളുടെ കാര്യം ചെയ്തു എന്നെങ്ങനെ പറയാൻ കഴിയും? അല്ലാതെ ആ ഡ്രൈവർമാരെല്ലാം പണി നിർത്തി വീട്ടിൽ പോകണം എന്നുള്ളതല്ല, അല്ലെങ്കിൽ അവർക്ക് കേരളത്തിൽ ഓടാൻ കഴിയില്ല എന്നതല്ല. അവർക്ക് ഓടണം എന്നുണ്ടെങ്കിൽ പ്രൊവൈഡഡ് ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിരിക്കണം. ഇവിടെ ഈ രാജ്യത്ത് തന്നെ ഈ സഹകരണ ടാക്സി സർവീസ് വരും എന്ന് പറഞ്ഞത് ഇപ്പോൾ കേരള സവാരിയെക്കുറിച്ചൊക്കെ നേരത്തെ മെൻഷൻ ചെയ്തു പോയല്ലോ. ഇവിടെ ഇപ്പോൾ ഈ കാര്യത്തിനൊരു പരിഹാരമാകുന്നതിനായി കേന്ദ്ര സർക്കാരും ഈ പ്രശ്നം നേരിടുന്നുണ്ട്. അതായത് കേന്ദ്ര സർക്കാരിന് മുന്നിലേക്കും ഈ വിഷയങ്ങളെല്ലാം വന്നിട്ടുണ്ട്. കേരളത്തിൽ മാത്രമല്ല, ഇപ്പോൾ കെ ബി ഗണേഷ് കുമാർ അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് പ്രതികരിച്ചതെന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ ഇപ്പോൾ ഈ ഓല, ഊബർ തുടങ്ങിയ ടാക്സികൾ അവരിങ്ങനെയുള്ള ഒരു നിയമപരമായിട്ടുള്ള ചട്ടക്കൂടിനുള്ളിൽ നിന്ന് പ്രവർത്തിക്കാൻ തയ്യാറല്ല. പല പ്രശ്നങ്ങൾ പല സംസ്ഥാനങ്ങളിലായി വന്നതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഭാരത് ടാക്സി എന്ന പേരിൽ ഒരു സർവീസ് ആരംഭിക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ആലോചിച്ചിരിക്കുകയാണ്. അതുടൻ തന്നെ അത് വരികയും ചെയ്യും. കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിൻ്റെയും നാഷണൽ ഇ ഗവേണൻസ് ഡിവിഷൻ്റെയും സംയുക്ത സംരംഭമായിട്ടാണ് വരിക. അത് ഈ സ്വകാര്യ ടാക്സി സർവീസുകൾ, ഓല, ഊബർ മുതലായ ടാക്സി സർവീസുകൾക്ക് ബദലായി സർക്കാർ വഴി മേൽനോട്ടത്തിലുള്ള സംവിധാനം വഴി നമ്മുടെ ഈ ടാക്സി സ്റ്റാൻഡുകളിൽ ഓടുന്ന ഡ്രൈവർമാർക്കടക്കം അവർക്ക് എല്ലാവർക്കും പങ്കാളിത്തം കിട്ടുന്ന രീതിയിൽ, സാർ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ മൊത്തത്തിൽ ഡിജിറ്റൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളാരും പേഴ്സിൽ പണം വെച്ചിട്ട് ലിക്വിഡ് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയല്ല. എല്ലാവരും UPI ആപ്പ് എടുത്തിട്ടാണ് ട്രാൻസാക്ഷൻ നടത്തുന്നത്. എന്തിന് നമ്മൾ ഈ കാർഡ് പേയ്മെൻറ്റ്സ് പോലും നമ്മളിപ്പോൾ കുറഞ്ഞു വരികയാണ്. നമ്മളതിനെ ആലോചിച്ചറിയാം. കാർഡ് പേയ്മെൻറ്റ്സിൽ നിന്നും പൂർണ്ണമായും നമ്മൾ ഫോൺ വഴിയുള്ള, മൊബൈൽ വഴിയുള്ള UPI ട്രാൻസാക്ഷൻസിലേക്ക് എല്ലാവരും മാറിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് ആ QR കോഡ് സ്കാനർ കാണുന്ന രീതിയിലേക്ക് ചെറിയ കച്ചവടക്കാർ മുതൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ കരുതിയിരുന്നു ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ പോസിബിൾ ആകുമെന്ന്. പക്ഷേ അതുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഓല, ഊബർ തുടങ്ങിയ സർവീസുകൾ നൽകുന്ന കമ്പനികൾ നൽകുന്ന സർവീസ് നമുക്കിവിടെ വേണ്ട എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം നമുക്ക് ഏത് അർദ്ധരാത്രിയിലും വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടുമുറ്റത്ത് എത്തുന്ന അങ്ങനെ ഒരു സർവീസ് നമുക്ക് വേണം. സ്റ്റാൻഡിൽ പോയി വിളിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന പരിചയമുള്ള ഒരു ഡ്രൈവറുടെ ഫോണിൽ വിളിച്ച് ടാക്സി എത്തിക്കുന്ന ആ സമ്പ്രദായത്തിൽ നിന്ന് അവരെയും കൂടി ഈ പുതിയ രീതിയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ളൊരു സംവിധാനം. അതുകൊണ്ട് ഇങ്ങനെയൊരു സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള, കേന്ദ്ര സർക്കാരിൻ്റെയും വിവിധ സംസ്ഥാന സർക്കാരുകളുടെയും നിയന്ത്രണത്തിലുള്ള ഒരു സംവിധാനം വരികയാണെങ്കിൽ ഈ പ്രശ്നത്തിനൊരു പരിഹാരമാകും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഈ വാഹനങ്ങളുടെ വൃത്തി അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതെവിടെയാണ് നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്യുക എന്നുള്ളൊരു പ്രശ്നം ഈ ടാക്സി സർവീസുകളിലെല്ലാം പലപ്പോഴും നേരിടാറുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഈ നിരക്കുകൾ, തോന്നുന്ന നിരക്ക്. ഇപ്പോൾ സ്വന്തമായിട്ട് ഓടുന്ന ടാക്സിയാണ്, അല്ലെങ്കിൽ സ്റ്റാൻഡിൽ കിടന്ന് ഓടുന്നതാണെങ്കിൽ അവർ തീരുമാനിക്കുന്ന, അല്ലെങ്കിൽ യൂണിയൻ ഫിക്സ് ചെയ്യുന്ന ഒരു നിരക്കായിരിക്കും. അവിടെയാണ് ഊബർ വിളിച്ചു കഴിഞ്ഞാൽ നിരക്ക് കുറവാണല്ലോ എന്ന് പറഞ്ഞ് എല്ലാവരും ഊബറിലേക്ക് പോവുക. ഊബർ ഓട്ടോയുടെ നിരക്കായിരിക്കില്ല നമ്മൾ വഴിയിൽ നിന്ന് കൈ കാണിച്ച് നിർത്തി വിളിക്കുന്ന ഓട്ടോറിക്ഷയ്ക്കുള്ളത്. നിങ്ങൾക്ക് നോക്കിയാൽ അത് മനസ്സിലാക്കാൻ കഴിയും. കിലോമീറ്റർ അനുസരിച്ചുള്ള ചാർജ് മാത്രമായിരിക്കില്ല, ചിലപ്പോൾ റിട്ടേൺ ചാർജ് കൂടി നിങ്ങൾ കൊടുക്കേണ്ടി വരും. വൈകുന്നേരമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രിയാണ്, തിരിച്ചോട്ടം കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ചാർജ് കൊടുക്കേണ്ടി വരും. ഇതിനെല്ലാം ഒരു ഏകീകരിച്ച സംവിധാനം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ കമ്പനികൾ ഇനി ഊബറിനെയും ഓലയിലേക്കും കൂടി വന്നു കഴിഞ്ഞാൽ ഈ കമ്പനികൾ ഈ ഡ്രൈവർമാർക്ക് അപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റൊരു ജോലി ചെയ്തതിന് ശേഷമുള്ള അധിക സമയം നിങ്ങൾക്ക് ചെയ്യാൻ, നിങ്ങളുടെ സ്വന്തം ഷിഫ്റ്റ് നിങ്ങൾക്ക് തീരുമാനിക്കാം എന്നൊക്കെ പറഞ്ഞ് വലിയ മോഹന വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും അവർ നല്ല കമ്മീഷൻ ഈടാക്കുന്നുണ്ടെന്നേ. കമ്മീഷൻ ഈടാക്കി തന്നെയാണ്, അതായത് നമ്മൾ കൊടുക്കുന്ന പേയ്മെൻറ്റ് പൂർണ്ണമായും ഇവർക്ക് കിട്ടുകയില്ല. ആ കമ്പനിയുടെ ഈ ഊബറിൻ്റെ ആപ്പിലേക്കാണല്ലോ ഈ പേയ്മെൻറ്റ് പോവുക. പേ ബൈ ക്യാഷ് അല്ല, നമ്മൾ പേ ബൈ UPI ട്രാൻസാക്ഷൻസ് ആകുമ്പോൾ നേരിട്ട് ആ അക്കൗണ്ടിലേക്ക് തന്നെയാണ് ആ പണം പോവുക. പലപ്പോഴും യാത്രക്കൂലിയുടെ 25% വരെ കമ്മീഷനായി പോകുന്നുണ്ട് എന്നതാണ് നമ്മൾ കണക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് കൂടിയാണ് ഈ ഭാരത് ടാക്സി എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം കൊണ്ടുവരാനായിട്ട് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ആലോചിച്ചിരിക്കുന്നത്. ഇതിൽ ഈ സ്വകാര്യ, നേരത്തെ ജിമ്മി സാർ സൂചിപ്പിച്ചതുപോലെ ഈ പ്രൈവറ്റ് അഗ്രഗേറ്റേഴ്സ്, അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിൽ എന്തായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഭാരത് ടാക്സിയിൽ വരുന്ന ഡ്രൈവർമാർ ഈ കമ്മീഷൻ കൊടുക്കേണ്ടതില്ല. അവർക്ക് ഒരു മാസത്തിൽ ഒരു നോമിനൽ ഫീസ് അടച്ചുകൊണ്ടുള്ള ഒരു അംഗത്വം എടുക്കലാണ്. നിങ്ങൾ ഇതിൻ്റെ പാർട്ടായിരിക്കുന്നു, അല്ലെങ്കിൽ ഈ സർവീസിൻ്റെ പാർട്ടായിരിക്കുന്നു. അപ്പോൾ ആ അംഗത്വം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ ഊബർ ഓടുന്നതിനേക്കാൾ കൂടുതൽ വരുമാനം, അതായത് അവരെടുക്കുന്ന പണിയുടെ കൂലി കൂടുതലായി അവരുടെ പോക്കറ്റിലേക്ക് വരും. ഈ പ്രൈവറ്റായിട്ട് അല്ലെങ്കിൽ ഈ സ്റ്റാൻഡുകളിൽ ഓടുന്ന ആളുകൾക്കും ഇതിൻ്റെ ഭാഗമാകാം. ഇവരാരും തമ്മിൽ ഒരു തർക്കത്തിൻ്റെയും ആവശ്യമില്ല. കാരണം ആളുകൾക്ക് വാഹനം ആവശ്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സർവീസ് പ്രൊവൈഡർ ഉണ്ടാകുമ്പോഴേക്കും അതിനകത്ത് ഈ ഓടുന്ന ആൾക്കും ലാഭമാണ്. ഈ ഊബറിലും ഓലയ്ക്കും ഒക്കെ നമ്മൾ കൊടുക്കുന്ന അതേ തുക തന്നെ ഈ ആപ്പ് വഴി പോകുമ്പോഴും തുടങ്ങുകയുള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഡൽഹിയിൽ ഉടൻ തന്നെ, നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ മാസം തന്നെ ഒരു പക്ഷേ ഡൽഹിയിൽ ഇത് റോൾ ഔട്ട് ചെയ്തേക്കാം. ആദ്യഘട്ടത്തിൽ ഇപ്പോൾ അതിനുള്ള രജിസ്ട്രേഷനൊക്കെ അനുസരിച്ച്
രജിസ്ട്രേഷനൊക്കെ അനുസരിച്ച് ഒരു മോർ ദാൻ 500 വാഹനങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ ഇതിൻ്റെ ഒരു പൈലറ്റ് പ്രോജക്റ്റിൽ തന്നെ ഭാഗമാകുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ വർഷം അവസാനം അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യം രാജ്യം മുഴുവൻ ഇത് വ്യാപകമാകും. അതോടുകൂടി ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ആവുകയും ചെയ്യും. സഹകരണ സംരംഭമാണ്, ഒരു സ്വകാര്യ കോർപ്പറേഷൻ അല്ല. ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം മാഡം. കേരള സവാരി 2.0 അതിനെക്കുറിച്ച് നേരത്തെ നമ്മുടെ തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി അടുത്തിടെ തന്നെ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. ഡിസംബറോടുകൂടി കേരള സവാരി ഒരു മൾട്ടി മോഡൽ ഗതാഗത സംവിധാന ആപ്പായി മാറുമെന്നാണ് പറഞ്ഞത്. അതായത് മെട്രോ, വാട്ടർ മെട്രോ ഫീഡർ ബസ്, ഓട്ടോ, ക്യാബ് ഇതെല്ലാം കൂടി ചേർക്കുന്ന രീതിയിലായിരിക്കും ഈ കേരള സവാരി 2.0. ആദ്യത്തേത് എന്തായാലും വിജയം കണ്ടില്ല. അതുകൊണ്ട് 2.0 വിജയമാവുകയാണെങ്കിൽ ഈ അനീതി പരിഹരിക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ പരിഹാരങ്ങളിലേക്കാണ് പോകേണ്ടത്, അല്ലാതെ തമ്മിൽ തല്ലാനായിട്ട് ഡ്രൈവർമാരെ ഇട്ടുകൊടുക്കരുത്. എല്ലാവരും അവനവൻ്റെ കുടുംബം പോറ്റാൻ വേണ്ടിയാണ് ഈ പണിക്കിറങ്ങുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ അനീതിയാണ്. അത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ശരി, ഊബർ ഡ്രൈവർമാരോട് അനീതിയാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം നാളെ മുതൽ ഓടണ്ട എന്ന് ഇവിടുത്തെ തൊഴിലാളികളോട് മന്ത്രി പറയുമ്പോൾ അതൊരു ജീവിത പ്രതിസന്ധി സൃഷ്ടിക്കലാണ്. അപ്പോൾ അതൊരു വലിയ അനീതിയാണ് എന്നുള്ളതാണ്. നമുക്ക് 2015 ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിച്ചു. അതിൽ അദ്ദേഹം ഈ ഊബർ സർവീസ് കേരളത്തിലും ആരംഭിച്ചതിനെക്കുറിച്ച് കൗതുകത്തോടു കൂടി പറയുന്ന ഒരു പോസ്റ്റാണ്. കൊച്ചിയിലും തിരുവനന്തപുരത്തുമാണ് ഇപ്പോൾ ഈ സർവീസ് ലഭ്യമായിട്ടുള്ളത്. സ്വന്തമായി കാറുള്ള ആർക്കും തൻ്റെ വാഹനം ഒരു ടാക്സി വാഹനം പോലെ മറ്റുള്ള യാത്രക്കാർക്ക് ഉപയോഗിക്കാൻ സഹായിക്കുന്ന സർവീസാണ് ഊബർ. ഇതിനുവേണ്ട സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോമാണ് ഊബർ ലഭ്യമാക്കുന്നത്. ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്ന ഡ്രൈവർമാർക്ക് കിട്ടുന്ന തുകയുടെ 20 മുതൽ 25% വരെ ഊബറിന് കമ്മീഷൻ നൽകണം. ഇതാണ് ഊബറിൻ്റെ ബിസിനസ് മോഡൽ എന്നത് ഒരു അംഗീകരിക്കാവുന്ന ഒരു മോഡലായിട്ടാണ് അന്ന് തന്നെ അതിനെ വിഭാവനം ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. നമുക്കറിയാവുന്ന പോലെ ഊബർ ഡ്രൈവർമാർ നമ്മളെ സംബന്ധിച്ച്, യാത്രക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്ന സർവീസ് നൽകുന്നു എന്നുള്ളതാണല്ലോ. ഇപ്പോൾ ടാക്സിയുമായി ബന്ധപ്പെട്ട് ടാക്സിക്കാർ എത്ര ചാർജ് ഈടാക്കുമെന്നുള്ളത് നമുക്കറിയില്ല. ഊബറിൻ്റെ ആപ്പ് നമ്മുടെ മൊബൈൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്ന സ്ഥലത്തേക്കാണ് പോകുന്നതെന്ന് പറയുമ്പോൾ പലതരം വാഹനങ്ങളുണ്ടാകും. ഓട്ടോറിക്ഷ ഉണ്ടാകും, 2 തരം കാറുകളുണ്ടാകും. നമ്മുടെ പൈസയ്ക്കനുസരിച്ച് നമുക്ക് സർവീസ് തീരുമാനിക്കാം. ഏറ്റവും വേഗത്തിൽ പോകുന്ന ഏതാണെന്നുണ്ടാകും, അതിനനുസരിച്ച് നമുക്ക് തീരുമാനിക്കാം. വിരൽത്തുമ്പിലാണ് 2 മിനിറ്റിനുള്ളിൽ വണ്ടി എത്തുന്നു എന്നുള്ളതാണ്. അത് ഏത് അസമയത്തും പോകാൻ കഴിയുന്നു. പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചൊക്കെ യാത്ര പോകുന്ന സമയത്ത് ഏറ്റവും സുരക്ഷിതമായി എത്താൻ കഴിയുന്നു. ഇനിയിപ്പോൾ വൃത്തിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞല്ലോ, വാഹനത്തിന് വൃത്തിയുണ്ടോ ഇല്ലേ നമുക്ക് റേറ്റിംഗ് ഉണ്ട്. എന്താണ് കംപ്ലയിൻറ്റ് നമുക്കതിൽ മാർക്ക് ചെയ്യാം. ഒരു മോശം വാഹനത്തിൽ സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ വാഹനത്തിൽ ആ രൂപത്തിൽ ഓടാൻ പറ്റില്ല. അപ്പോൾ അത് കൃത്യമായി അപ്പോൾ പരിഹരിക്കപ്പെടുന്ന ഒരു വിഷയമാണ്. നമുക്ക് മറിച്ച് അതുപോലെയല്ലല്ലോ മറ്റു കാര്യങ്ങൾ. ഈ തിരിച്ചുള്ള ഓട്ടത്തിനുള്ള പൈസ കൂടെ എന്നുള്ള നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഇതുണ്ട്. ഇപ്പോൾ ഊബറിൽ ഓട്ടോകളും ഓടുന്നുണ്ട്, ഊബർ ഓട്ടോകളുമുണ്ട്. അപ്പോൾ ഇതൊരു സാഹചര്യമാണ്. ഈ പറഞ്ഞതുപോലെ ഇത്രയും മേഖലയിൽ ഇവിടേക്ക് ഊബർ എത്തേണ്ടതില്ല. ഒരു മേഖല തിരിച്ചുകൊണ്ട് ഇത് ടാക്സി ഡ്രൈവർമാരുടെ ഏരിയ എന്ന് പറഞ്ഞ് നിശ്ചയിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അത് സഹായകമായിരിക്കുന്ന ഒരു കാര്യമായിരിക്കും. അതിലപ്പുറമുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഗിഗ് എക്കോണമി ആപ്പ് എന്ന് പറയുന്ന സംവിധാനം, അതിൽ പറയുന്ന ഗിഗ് വർക്കേഴ്സിൽ പെടുന്നവരാണ് ഈ ഊബർ ഡ്രൈവർമാരും. അതാണ് നമ്മൾ ഈ പറയുന്നത്. സ്വിഗ്ഗി ആയാലും ആമസോൺ ആയാലും എല്ലാം വിരൽത്തുമ്പിലാണ്. അപ്പോൾ കാലം മാറുന്നതിനനുസരിച്ച് പല സംവിധാനങ്ങളും മാറുകയാണ്. ഇപ്പോൾ ടാക്സി ഡ്രൈവർമാർക്കും വേണമെങ്കിൽ ഊബർ ആപ്പ് വെച്ചുകൊണ്ട് അതിലേക്ക് തന്നെ ആ ജോലിയിലേക്ക് പോകാം. ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരു വിഷയമേ വരുന്നുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വളരെ വേഗത്തിൽ നടക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ഊബർ സംവിധാനം ഈ പറയുന്ന കമ്പനി ചെയ്യാത്തൊരു കാര്യത്തിന് ഡ്രൈവർമാർ നാളെ മുതൽ ഓടണ്ട എന്ന് പറയുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഇതിപ്പോൾ ഈ പറയുന്ന പോലെ അവർക്ക് യൂണിയനൊന്നുമില്ല. പല വിധത്തിൽ ചിതറിക്കിടക്കുകയാണ്. അവർ കൃത്യമായ എണ്ണം, കേരളത്തിൽ എത്ര ഊബർ ഡ്രൈവർമാരുണ്ടെന്ന് ചോദിച്ചാൽ ഒരു കൃത്യമായ എണ്ണം പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതും പറയാൻ സാധിക്കില്ല. പക്ഷേ നമ്മുടെ തന്നെ അറിവിൽ തന്നെ എത്രയോ വിദ്യാർത്ഥികൾ പഠിക്കാനായി പഠനം കഴിഞ്ഞ് രാത്രി ഊബർ ഓടിച്ച് രാവിലെ പഠിക്കാൻ പോകുന്ന കുട്ടികളുണ്ട്. അങ്ങനെ ഈ 2 തരം ജോലികൾ, നേരത്തെ സുജയ പറഞ്ഞ 2 തരം ജോലി, അത്രയും ഒരു വരുമാനം ഉണ്ടാക്കുക, എക്സ്ട്രാ ഏണിംഗ് ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഊബർ ഓടിക്കുന്നവരുണ്ട്. അപ്പോൾ അതിനൊക്കെ കഴിയുന്നൊരു സംവിധാനമായി അതിൻ്റെ പോസിറ്റീവ് വശങ്ങൾ കൂടി കാണേണ്ടതുണ്ടല്ലോ. ടാക്സി ഡ്രൈവർമാരൊരു തുക നിശ്ചയിച്ച് അവരോട് നമ്മളോട് പറയുക ചെയ്യുക, തുക നമുക്ക് കൊടുക്കേണ്ടി വരും. അതിപ്പോൾ എത്ര കിലോമീറ്റർ എന്നുള്ള കണക്കിൽ എല്ലാവരും അങ്ങനെ ആകണമെന്നില്ല, നന്നായി ചെയ്യുന്നവരും ഉണ്ടാകാം. പക്ഷേ അതിനേക്കാൾ കുറച്ചുകൂടി ആളുകൾക്ക് പുതിയ കാലത്ത് എളുപ്പം എത്താൻ കഴിയുന്ന ഒരു സംവിധാനം എന്ന നിലയ്ക്കാണ് ഊബറിനെ നമ്മൾ കാണുന്നത്. അപ്പോൾ നാളെ മുതൽ ഓടണ്ട എന്ന് പറയുന്ന മന്ത്രി പറയുന്ന ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് ഈ പറയുന്ന ഈ കേരള സവാരി ആപ്പ് കൊണ്ടുവരുമെന്ന് പറയുന്നു. എല്ലാത്തിനും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന ഒരു സംവിധാനത്തിലേക്ക് ആക്കുമെന്ന് പറയുന്നതൊക്കെ നല്ല കാര്യം തന്നെ. അത് വരുന്നവരെ അവരോട് നാളെ മുതൽ പോകണ്ട എന്നല്ലല്ലോ പറയേണ്ടത്. അത് വരുന്നവരെയുള്ളൊരു സാഹചര്യമുണ്ട്. നിലവിൽ കോടതി വിധി എന്തായാലും ഊബർ ഡ്രൈവർമാർക്ക് അനുകൂലമാണ്. അവർക്ക് സുരക്ഷിതത്വം കൊടുക്കണമെന്നുള്ളതാണ്. ഇത് ഈ വിവാദത്തിൻ്റെ ഒക്കെ തുടക്കം എപ്പോഴാണ്? ഈ മൂന്നാറിൽ ഒരു ടൂറിസ്റ്റ് ഊബറിൽ അവിടേക്ക് പോകുന്നു. അവിടുത്തെ ടാക്സി ഡ്രൈവർമാർക്ക് പ്രശ്നമുണ്ടാകുന്നു. അവിടെ വെച്ച് അവരൊരു പോസ്റ്റ് ഇടുന്നു ഫേസ്ബുക്കിൽ, ഈ കേരളം പോലുള്ളൊരു സ്ഥലത്ത് ടൂറിസ്റ്റായി ഇനി വരില്ല, ഇവിടത്തേക്ക് കാലുകുത്തില്ല എന്ന് പറയുന്നു. അങ്ങനെ കേരളത്തിൽ അപമാനം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത് വന്നതാണ് ഇപ്പോൾ ഈ ചർച്ചയിലേക്കൊക്കെ നയിച്ചിരിക്കുന്നത്, ഈ സാഹചര്യത്തിലേക്കൊക്കെ നയിച്ചിരുന്നത്. നേരത്തെയും ടാക്സി ഡ്രൈവർമാർ ഊബറിനെ എതിരെ തിരിഞ്ഞിരുന്നു. അപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടായിരുന്ന കാര്യം പിന്നെ അത് പരിഹരിക്കപ്പെട്ടു പോയതാണ്. അപ്പോൾ വീണ്ടും അത് വരുമ്പോൾ ഒരുപക്ഷേ ഈ യൂണിയനുകളുടെയൊക്കെ സമ്മർദ്ദം കൊണ്ടായിരിക്കാം മന്ത്രി പെട്ടെന്ന് ഇങ്ങനെ 2 തരത്തിലൊക്കെ
മാറ്റി മാറ്റി പറഞ്ഞെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ അനീതി അംഗീകരിക്കാൻ പറ്റില്ല. അവരിപ്പോൾ കോടതിയിൽ പോയാൽ ഉറപ്പായും അവർക്ക് അനുകൂലമായിട്ടുള്ളൊരു തീരുമാനമാണ് ഉണ്ടാവുക. ഊബർ ചട്ടങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ് സർക്കാർ. എല്ലാ സേവനങ്ങളും ഓൺലൈനായിട്ടോ? എല്ലാ സേവനങ്ങളും ഓൺലൈനാണ്. മാത്രമല്ല ഇപ്പൊ പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് ഏത് അസമയത്ത് ഇപ്പോൾ ടാക്സി വിളിക്കണമെങ്കിൽ ഒരു ടാക്സി ഡ്രൈവറുടെ നമ്പർ നമ്മുടെ കയ്യിലുണ്ടാകണം. അപ്പോൾ ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ആ ടാക്സി ഡ്രൈവർ കിട്ടിയില്ലെങ്കിൽ അടുത്തൊരു ഓപ്ഷൻ ഇല്ല. അല്ല, നമ്മൾ പരിചയമില്ലാത്ത സ്ഥലത്ത് പോയാലും ഊബർ കിട്ടും. പ്രായമായവർക്ക് വീട്ടിലുണ്ടെങ്കിലേ മക്കൾക്ക് ഇപ്പോൾ ഓഫീസിൽ നിന്ന് തന്നെ ബുക്ക് ചെയ്ത് കൊടുക്കാം വണ്ടി. അതെ, അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുപോകാനൊക്കെ യൂബർ തന്നെ മതി. അവരൊരു ബുദ്ധിമുട്ടുമില്ല. പണ്ട് എങ്ങനെയാണ് ഒരു ഡ്രൈവറെ കണ്ടെത്തി അവർ വരുമെന്ന് ചോദിക്കണം, മറ്റൊന്നുമില്ല. ഇത് കറക്റ്റായിട്ട് അറിയാം. അമ്മ എവിടെ എത്തി, വീട്ടിൽ നിന്ന് ഇറങ്ങി, ഇന്ന സ്ഥലത്ത് എത്തായി, ഹോസ്പിറ്റലിൽ എത്തി, അപ്പോൾ അവിടെ വേണമെങ്കിൽ വിളിച്ചു പറയാം. ഒരു വളരെ ഓൺലൈൻ സിസ്റ്റം നമുക്ക് ഒരു സ്ഥലത്ത് ഇരുന്ന് കൈകാര്യം ചെയ്യാൻ പറ്റും. ഗതാഗത മന്ത്രി നമ്മൾ സർക്കാർ തന്നെ ഇത് ഇനിഷ്യേറ്റീവ് എടുത്തത് മെച്ചപ്പെടുത്തുമെന്നായിരുന്നു പറയേണ്ടത്. അതെ, അതിന് പകരം നോക്കൂ, ഇപ്പൊ കോഴിക്കോടായാലും തിരുവനന്തപുരത്തായാലും എന്ത് മാതിരിയാണ് അവരെ ആക്രമിക്കുന്ന രൂപത്തിലേക്ക് ആ കാര്യങ്ങൾ പോകുന്ന ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനെ ടാക്സി ഡ്രൈവർമാർ മാത്രം ഓടിയാൽ മതി എന്നുള്ളൊരു ഗുണ്ടായസത്തിന്റെ രൂപത്തിൽ അത് പ്രവർത്തിക്കുന്ന ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഒരു കൂട്ടി പറഞ്ഞിട്ട് ഒരു കാര്യം നമ്മൾ ഓർക്കണം. നമ്മളിപ്പോൾ താൽക്കാലിക പരിഹാരത്തെക്കുറിച്ചാണ് പറയുന്നത്. കമ്പ്യൂട്ടറിനെതിരെയും ഒക്കെ ഉള്ള വലിയ സമരങ്ങൾ നടക്കുമ്പോൾ അവസാനം ഇങ്ങനെയൊക്കെയുള്ള തൽക്കാലത്തേക്കുള്ള സ്റ്റോപ്പ് ക്യാബ് അറേഞ്ച്മെന്റ്സ് ആണ് അന്നും ഉണ്ടാക്കിയത്. ഒരു ഘട്ടം കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മളെല്ലാവരും ഭാരത് ടാക്സി ഈ മാസം അവസാനം വരികയാണ്. ഒരു 5 വർഷം കഴിഞ്ഞാൽ നമ്മൾ ഈ ചർച്ച ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ പരിഹാര നിർദ്ദേശം നമ്മൾ ചിരിക്കുമായിരിക്കും. കാരണം ഇത് ടെക്നോളജിയാണ്. ആ ടെക്നോളജിയുടെ വരവിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. എല്ലാവരും ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ശാശ്വതമായ. സുജയ് പറഞ്ഞതിനകത്ത് വളരെ ഇതായിട്ട് തോന്നി എനിക്ക്. പല ആൾക്കാരെയും പോക്കറ്റിൽ പൈസ തപ്പി നോക്കിയാൽ ₹1 പോലും ഉണ്ടാവില്ല. പൈസയില്ല, എല്ലാവരും ഡിജിറ്റലായി ജിപേ ചെയ്യുന്നു. എല്ലാവരും നല്ല കോമ്പറ്റീഷൻ ഉണ്ടാവട്ടെ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇന്ന് രാവിലെ 160 രൂപയ്ക്ക് ഞാൻ സഞ്ചരിച്ചിരുന്ന ഓട്ടോറിക്ഷ അത് വളരെ പെട്ടെന്ന് 200 രൂപയായി. എന്താ കാര്യം? രാവിലെ 10:30. അപ്പോൾ എന്താ കാര്യം? തിരക്ക് കൂടുതലാണ്. ആ തിരക്ക് കൂടുതലുള്ള സമയത്ത് കൂടുതലായിരിക്കും. തിരക്ക് കൂടുതൽ. അതുപോലെ തന്നെ ഈ നമുക്ക് തൊട്ടടുത്തുള്ള, അതായത് 2 മിനിറ്റ് അകലെയുള്ളത്, 5 മിനിറ്റ് അകലെയുള്ളത്, ആ ദൂരം കൂടി വെച്ചിട്ടാണ്. നമുക്ക് ഇമ്മീഡിയറ്റ് വേണമെന്നുണ്ടെങ്കിൽ എമൗണ്ട് കൂടുതലാണ്. എല്ലാം കൊണ്ടും നമുക്ക് സൗകര്യത്തിലുള്ള ഒരു സംവിധാനമാണ്. അത് നാളെ മുതൽ ഇല്ല എന്ന് പറയുന്നത് അത് എത്രത്തോളം നടക്കുമെന്നുള്ള കാര്യം കൂടി. ഊബർ കൊള്ളാന്ന് പറയുമ്പോൾ ഞാൻ പറയായിരുന്നു, നിങ്ങൾ പല സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാതെ റേറ്റ് അല്ലാതെ കൊള്ളാം, പക്ഷേ കൊള്ളയും ഉണ്ട്. നമ്മൾ അതിപ്പോൾ ഈ സർജ് ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ഈ സ്വിഗ്ഗിയോ അല്ലെങ്കിൽ സൊമാറ്റോയോ അങ്ങനെയുള്ള ആപ്പുകളിലായാലും ഭക്ഷണം ഓർഡർ ചെയ്യുന്നത് മഴ പെയ്താൽ വില കൂടും. വി വിൽ നെവർ നോ. ഞാൻ പറഞ്ഞ ഈ 10:30 മണിക്ക് തിരക്കാണെന്ന് മെഷീൻ പറഞ്ഞു, നമ്മൾ വിശ്വസിച്ചു. ഡിസിഷൻ അവരാണ് എടുക്കുന്നത്. നമുക്കറിയില്ല, തിരക്കാണെന്ന് പറയാണ് മെഷീൻ. അതുകൊണ്ട് ഇന്ന് 20 രൂപ കൂടുതൽ കൊടുത്താൽ മതി. ഓ ശരി സാർ. ഒരു ഓട്ടോറിക്ഷക്കാരൻ നമ്മൾ 10 രൂപ വെച്ച് നമ്മൾ അടിയുണ്ടാക്കാൻ ആളുണ്ടേ. അതുകൂടെ ഓർക്കണം എന്ന് പറയുമ്പോൾ. ഏതായാലും പുതിയ കാലത്തിനനുസരിച്ച് സഞ്ചരിക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഏതായാലും നാളെ മുതൽ ഊബർ ഡ്രൈവർമാർ ഓടരുത് എന്ന് പറയുന്നത് മനുഷ്യത്വരഹിതമാണ്. അത് നടക്കാൻ പോകുന്ന കാര്യവുമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും അനീതിയാണോ എന്നുള്ള ചോദ്യത്തിന് 4 പേരും ഒരുപോലെ യെസ് എന്നാണ് അഭിപ്രായപ്പെട്ടത്. Meet the editors.